ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ മനക്കിലെ തത്ത. അധ്യായം 6. 2 മുറികളുള്ള കൊച്ചു വീട്. വീട്ടുമുറ്റം വരെ വഴി വേലുകെട്ടി തിരിച്ചിട്ടുണ്ട്. ഏതാനും വാരയകലെ തോമസ് ഏട്ടൻ്റെ വീട് കാണാം. വിഷ്ണു മുറ്റത്ത് ചെന്നിട്ട് മുരടനയ്ക്ക്. ആരാ? വിജയേട്ടൻ്റെ സ്വരം. ഞാനാ വിഷ്ണു. കയറി വന്നോളൂ. വിഷ്ണു കയറി ചെന്നു. വിജയേട്ടൻ കസേരയിൽ ചാരിക്കിടന്ന് വായിക്കുന്നു. അയാൾ സ്റ്റൂൾ ചൂണ്ടിക്കാണിച്ചു. നീ വന്നെന്നറിഞ്ഞു, ഇരിക്ക്. വിഷ്ണു പരുങ്ങലോടെ ഇരുന്നു. വിജയൻ കസേര തിരിച്ചിട്ട് വിഷ്ണുവിന് അഭിമുഖമായി. എന്താ പിന്നെ വന്നത്? മേലംകുളത്ത് മനക്കിൽ നിന്ന് ഇങ്ങോട്ട് വഴിയില്ലല്ലോ. വിഷ്ണു പരിങ്ങി. അമ്മ ഉന്തിത്തള്ളി വിട്ടതായിരിക്കും. അമ്മ പറഞ്ഞിരുന്നു. എനിക്കറിയാം, അല്ലാതെ നീ ഇങ്ങോട്ട് കയറുകയില്ലെന്ന്. പരുക്കൻ സ്വരം. വിഷ്ണു വിജയനെ ആകെയൊന്നൊഴിഞ്ഞു നോക്കി. ചെവിക്ക് മീതെ ഏതാനും മുടിയിഴകൾ നരച്ചിരിക്കുന്നു. നെറ്റിയിൽ ചുളിവുകൾ. സദാ പ്രതിഷേധിക്കുന്ന കണ്ണുകൾ. സുന്ദരമായിരുന്ന ആ മുഖത്തെ ജീവിതം കർക്കശമാക്കി തീർത്തിരിക്കുന്നു. നീ തടിച്ചിട്ടുണ്ട്. പഴയ സ്വഭാവമൊക്കെ മാറിയോ? വിഷ്ണു വെറുതെ ചിരിച്ചു. ഏതായാലും നീ വിശേഷങ്ങളൊക്കെ പറയ. ഇവിടെ ചായ എടുക്ക്, കാപ്പി എടുക്ക്, സംഭാരം എടുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് കൊണ്ടുവരാൻ ഒരാളിതുവരെ എത്തിയിട്ടില്ല. വിഷ്ണുവിന് ജാള്യത തോന്നി. വീട്ടിൽ വിശേഷമൊന്നുമില്ല. അമ്മയ്ക്കും മോപ്പൾക്കും അങ്ങനെയൊക്കെ തന്നെയാ. ഏട്ടൻ്റെ വിശേഷം? നീ പോയതിൽ പിന്നെ വെറുതെ ഒരു വയസ്സുകൂടി, അത്രയുള്ളൂ. ഒരു നിമിഷം മിണ്ടാതിരുന്ന ശേഷം വിജയൻ തുടർന്നു. ഞാൻ വിചാരിച്ചു നീ പാലക്കാട്ട് നിന്നും ഒരു വേളിയൊക്കെ കഴിച്ച് അവിടെ തന്നെ കൂടിക്കോളുമെന്ന്. വിഷ്ണു മന്ദഹസിക്കാൻ ശ്രമിച്ചു. എനിക്ക് പാലത്തൂര് തന്നെയാ ഇഷ്ടം. എനിക്കെന്നും ഒരുപോലെ ജീവിച്ചാൽ മതി. മാറ്റാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കിയതാ. പറ്റണില്ല. എനിക്ക് എന്നെപ്പോലെ അല്ലാണ്ട് വേറൊരാളെപ്പോലെ ജീവിക്കാൻ പറ്റുമോ? പറ്റാഞ്ഞിട്ടല്ലടാ, നട്ടല് വേണം. നീ നട്ടലില്ലാണ്ടാ ജനിച്ചത്. ഓപ്പോൾ അന്വേഷിച്ചു. എന്നെയോ? കണ്ടിട്ട് മിണ്ടിയില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിജയൻ്റെ മുഖം ചുവന്നു. കണ്ണുകൾ ചെറുതായി. ഞാൻ ആരാടാ വിഷ്ണു മിണ്ടാൻ? അമ്മുക്കുട്ടിക്ക് പിഴച്ചുണ്ടായ മകന് മനക്കിലെ ആത്തേന്മാരോട് മിണ്ടാൻ അവകാശമുണ്ടോ? വിജയനിപ്പോൾ പൊട്ടിത്തെറിച്ചേക്കുമെന്ന് വിഷ്ണു ഭയന്നു. കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. 23 വർഷക്കാലം എന്നെ ഒരു നായയെപ്പോലെ അവഗണിച്ചതും അപമാനിച്ചതും മറന്നില്ല. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചത്? അയാൾ കിതപ്പടക്കി വിഷ്ണുവിനെ നോക്കി. വിഷ്ണു ഒന്നും കേൾക്കാത്ത മട്ടിൽ മേശമേൽ നഖം കൂർന്നു. നിന്നോട് പറയുന്നതും മരത്തവളയോട് പറയുന്നതും ഒന്നുപോലാണ്. നീ ഇങ്ങനെ ആയിപ്പോയല്ലോ. വിഷ്ണു എഴുന്നേറ്റു. അയാൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയണ്ട. പകയും ദുഃഖവും പുകയാത്ത സ്വതന്ത്രമായ ഒരു ലോകം അയാൾക്ക് സ്വന്തമായുണ്ട്. അമ്മയോട് വല്ലതും പറയണോ? ചത്തില്ലെന്ന് പറഞ്ഞേക്ക്. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. വിഷ്ണു ഇറങ്ങിപ്പോയി. വിജയന് പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പകയുടെയും ആത്മരോഷത്തിൻ്റെയും ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചതാണ് വാരി വിതറാൻ. പക്ഷേ ആരോടാണ് പറയുക? ഇനിയും മനസ്സുറച്ചിട്ടില്ലാത്ത ആ മന്ദബുദ്ധിയോടോ? അതിനേക്കാൾ നന്ന് പുഴയോട് പറയുകയാണ്. ഉള്ളിൽ തീക്കനലുകളുണ്ട്. ചാരം പൊതിഞ്ഞ പുറന്തോട് ഇളകിയിരിക്കുന്നു. ഒരിക്കലും ഇളക്കരുതെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ താനേ ഇളകുന്നു, ജ്വലിക്കുന്നു. തീപ്പൊരികൾ ചിതറുന്നു. കണ്ടിട്ട് മിണ്ടിയില്ലത്രേ. മനഃപൂർവ്വമാണ് മിണ്ടാതിരുന്നത്. മുഖക്കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടതെന്തായിരുന്നുവെന്ന് മനസ്സിലാകുന്നത്. വെള്ളിക്കമ്പികൾ വീണു തുടങ്ങി. 35 വയസ്സ്. ജന്മം പാഴായി പോവുകയാണ്. എന്നിട്ടും കാത്തിരിക്കുന്നു. ശ്രീദേവിക്ക് മോങ്ങാനും തേങ്ങാനുമല്ലാതെ മനവിട്ടിറങ്ങിപ്പോരാനുള്ള കരുത്തുണ്ടാവുന്ന ദിവസത്തിനായി. ചിന്ത തണുത്തപ്പോൾ വിജയന് തോന്നി വിഷ്ണുവിനോടത്രയും പറയേണ്ടിയിരുന്നില്ലെന്ന്. അവൻ ശുദ്ധപാവം. ഒരിക്കലും മറുത്തൊരു വാക്ക് അവൻ പറഞ്ഞിട്ടില്ല. ഏട്ടനെന്ന് ആദരവോടെയേ വിളിച്ചിട്ടുള്ളൂ. അവനെ ഒക്കത്തേന്തി എത്രയോ നടന്നിരിക്കുന്നു. നടവരമ്പുകൾക്ക് നടുവിലെ ഇടച്ചാലുകൾ ചാടിക്കടക്കുമ്പോൾ പേടിയോടെ തൻ്റെ കഴുത്തിലിറക്കി പിടിച്ചിരുന്നിട്ടേയുള്ളൂ വിഷ്ണു. അവനെ കൊണ്ടു നടക്കാൻ എത്രയോ തവണ ശ്രീദേവിയുമായി വഴക്കടിച്ചിരിക്കുന്നു. ശ്രീദേവിയെയും കുറെ ചുമന്നിട്ടില്ലേ? ഇന്നും വിഷ്ണു ഒരു പുരുഷനായില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് ദുഃഖം. തൻ്റെയും ശ്രീദേവിയുടെയും കയ്യിൽ തൂങ്ങി വെളിപ്പറമ്പിൽ ചുറ്റി നടന്ന വികൃതിക്കുട്ടി തന്നെ. മീശ മുളച്ചിട്ടും. ഒരു കണക്കിൽ അവൻ ഭാഗ്യവാൻ. ദുഃഖങ്ങളില്ലാത്ത ഒരു ലോകം അവനുണ്ട്. ഒരു കുട്ടിയെപ്പോലെ ജീവിക്കാൻ കഴിയുന്നു. നഷ്ടപ്പെട്ട വർഷങ്ങൾ. ആനന്ദത്തിൻ്റെ നിലാവും ദുഃഖത്തിൻ്റെ നിഴലുകളും നിറഞ്ഞുകിടന്ന വഴിത്താരകൾ. പുറകോട്ട് ഒന്ന് ജീവിക്കാൻ ആശിക്കുന്നു. അമ്മുക്കുട്ടിയമ്മയുടെ ഉദരത്തിൽ വരെ വേദനകളുണ്ട്, വർണ്ണചിത്രങ്ങളുണ്ട്. എന്തെന്ന അനുഭൂതികളെ അവ വിടർത്തി. ജീവിതത്തിൽ ഏറ്റവും വേദനയുളവാക്കുന്ന നഷ്ടം. ആനന്ദം നിറഞ്ഞതോ ദുഃഖം നിറഞ്ഞതോ ആകട്ടെ, കഴിഞ്ഞുപോയ നാളുകളുടെ നഷ്ടമാണ്. അനുഭവങ്ങളുടെ നഷ്ടം. താൻ, ശ്രീദേവി, വിഷ്ണു
മനക്കിലെ വെളുംപറമ്പുകളിൽ തുടിച്ചു നിന്ന ജീവിതം അന്ന് തങ്ങൾക്ക് ഒറ്റ ചിറകായിരുന്നു. പിന്നെ ചിറകുകൾ കീറിമുറിച്ചു. എന്നിട്ട് ആർക്കെങ്കിലും സ്വന്തം വഴിക്ക് പറക്കാൻ കഴിഞ്ഞുവോ? ചക്രവാളങ്ങൾ കണ്ടെത്താനോ സ്വന്തം കൂടുകെട്ടാനോ കഴിഞ്ഞുവോ? വെട്ടിമുറിച്ച ചിറകിന് തനിയെ പറക്കാൻ കഴിയുന്നതെങ്ങനെ? അവൾ ആർക്കു വേണ്ടിയാണ് ജീവിതം തുലയ്ക്കുന്നത്? വളരെ നാൾ കൂടിയാണ് ആ മുഖം കണ്ടത്. ഗ്രാമത്തിൻ്റെ പൗരാണികവും സങ്കുചിതമായ ഏതോ അതിരിൽ വെച്ച് ഇത്തരം കൂടിക്കാഴ്ചകൾ ഒഴിവാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ശ്രീദേവി എന്നും അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് അറിയാകിയല്ല. കാത്തുനിന്ന് കണ്ടാൽ അമ്മാവൻ ഹിംസിക്കുമെന്ന് ഭയന്നിട്ടുമല്ല. അങ്ങനെ കാത്തു നിന്നിട്ടില്ലേ? വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എത്രയോ വർഷങ്ങളിൽ. അന്ന് ജീവിക്കണമെന്ന മോഹം തന്നെ ശ്രീദേവി ചിന്തയിൽ നിന്നാണ് ജനിച്ചിരുന്നത്. ഇനി ഒരിക്കലും അങ്ങനെ കാത്തു നിൽക്കുകയില്ല. അമ്മാവൻ തനിക്കെതിരെ പടിപ്പുര അടച്ചിട്ടത് എന്തിനാണെന്നവൾ ഓർക്കേണ്ടതായിരുന്നു. ഈ കാത്തിരിപ്പ് വ്യർത്ഥമാണെന്നറിയാം. അവൾ അമ്പലത്തിൽ പോകുന്നത് പോലെ തന്നെ. അമ്മാവൻ തൻ്റെ നേരെ വാതിൽ തുറക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല ഇറങ്ങിപ്പോന്നത്. ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പായിച്ചു കളയാൻ അമ്മാവൻ എത്രയോ ശ്രമിച്ചു. സാധാരണക്കാരായ ഗ്രാമീണർ സഹായത്തിനുണ്ടായിരുന്നു. അവരുടെ പ്രയത്നഫലമാണ് ആദ്യത്തെ നഴ്സറി സ്കൂൾ, പിന്നെ പ്രൈമറി സ്കൂൾ, തനിക്കൊരു ജോലി, എല്ലാം. നിരന്തരം അമ്മാവനെ വെല്ലുവിളിച്ചു. പാടത്ത് കന്നുകളെപ്പോലെ പണിയെടുത്ത് തളർന്ന ചെറുമർക്ക് വേണ്ടി, ജന്മം പോലും അമ്മാവന് തീരെഴുതേണ്ടി വന്ന നിസ്സഹായർക്കു വേണ്ടി ചോരത്തിളപ്പും കാലവും കൂട്ടിനുണ്ടായിരുന്നു. ജന്മിത്തത്തിനെതിരെ ആദ്യം കൊടിപിടിച്ചു. കൊടിപിടിക്കാൻ പഠിപ്പിച്ചു. അറച്ചു നിന്നവരെ ധൈര്യപ്പെടുത്തി ഒരു കൊടിക്കീഴിലാക്കി പടക്കളത്തിലേക്ക് നയിച്ചു. തോറ്റില്ല. തോറ്റത് അമ്മാവൻ. തന്നെ കൊന്ന് പുഴയിൽ കെട്ടിത്താഴ്ത്താൻ അമ്മാവൻ ഏർപ്പാട് ചെയ്തിരുന്നു. സാധിച്ചില്ല. പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചു, വെടിവയ്പ്പിച്ചു, വഴിയിലൂടെ വലിച്ചിഴച്ചു. എന്നിട്ടും തോറ്റത് അമ്മാവൻ. ഇന്നും തനിക്കൊരാവശ്യം വന്നാൽ 100 പേരുടെ സഹായത്തിന്. അർഹിക്കുന്നതിലധികം സ്നേഹവും ആദരവും അവർ നൽകുന്നു. മനക്കൽ ജനിച്ചു വളർന്നവൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായി എന്ന് അമ്മാവൻ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് വർഷങ്ങൾക്ക് മുൻപ് അമ്മാവൻ തന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചു കാണത്തില്ല. മേലംകുളത്ത് മനക്കിലെ നമ്പൂതിരിപ്പാട് എന്ന് കേട്ടാൽ നാട് കിടുങ്ങുമായിരുന്നു. എന്തെല്ലാം ക്രൂരതകളും പരാക്രമങ്ങളും കാട്ടി എത്ര പേരെ തച്ചുകൊന്നു. തിന്മയുടെ ഒരു കൊടുങ്കാറ്റായി വീശി അമ്മാവൻ. കാലത്തെ പിടിച്ചു നിർത്താനുള്ള അമ്മാവൻ്റെ പാഴ്ശ്രമത്തിൽ എത്ര ജീവനുകൾ ഹോമിക്കപ്പെട്ടു. അന്ന് അടിമകളായിരുന്നു. ജന്മിത്തത്തിൻ്റെ കാൽക്കീഴിൽ ഞെരിയുന്ന വർഗം. പ്രതിഷേധിക്കാൻ നാവും പൊരുതാൻ പല്ലും നഖവും ഉറച്ചു നിൽക്കാൻ കാലുകളും ഇല്ലാത്ത നിസ്സഹായർ. അവരെപ്പോലെ താനും. പാലത്തുരുത്തിനെ വിട്ട് ഏതെങ്കിലും ദേശത്തേക്ക് പോയി കളയാമെന്ന് വിചാരിച്ചപ്പോൾ തോമസ് ചേട്ടൻ വിലക്കി. ആഹാരവും കിടപ്പാടവും വസ്ത്രങ്ങളും തന്നു. നിന്റെ നാടാ ഇത്, നീ പോയിക്കോ. പക്ഷേ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടിക്കൊണ്ടേ പോകാവൂ. അനന്തകൃഷ്ണൻ, വിപ്ലവത്തിൻ്റെ തീയുമായി പാലത്തുരുത്തിൽ വന്നവൻ. അനന്തകൃഷ്ണനാണ് തന്നെ കണ്ടെത്തിയത്. തന്നിലെ ആവേശവും പകയും പ്രതിഷേധവും കത്തിയുണർത്തിയത്. അനന്തകൃഷ്ണൻ പലതും പഠിപ്പിച്ചു. ലഘുലേഖകളും പുസ്തകങ്ങളും കൊണ്ടുവന്ന് വായിപ്പിച്ചു. അനന്തകൃഷ്ണൻ്റെ കൂടെ ഉണ്ടു ഉറങ്ങി. രാത്രികളിൽ അനന്തൻ്റെ ക്ലാസുകൾ. അത് കേട്ട് ആവേശമുണരുന്ന കർഷക തൊഴിലാളി യുവാക്കൾ. ഈ കൊച്ചുവീട്ടിൽ ഒരു പാർട്ടി രൂപമെടുത്തു. ഇവിടെ ക്ലാസുകളും ചർച്ചകളും ആലോചനകളും നടന്നു. അനന്തൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റായി? അയാൾ വലിയൊരു നായർ തറവാട്ടിൽ പിറന്നവനായിരുന്നല്ലോ. വളരെ താമസിച്ചാണ് അറിഞ്ഞത്. വിമോചന സമരത്തിൻ്റെ മുന്നണിയിൽ നിന്ന് ഒളിവിൽ പാർക്കാൻ വേണ്ടി എത്തിയതാണ് അനന്തനെന്ന്. വെടിയേറ്റും മർദ്ദനമേറ്റും രക്തസാക്ഷിത്വം വരിച്ചവരുടെ കഥകൾ അയാൾ പറയുമായിരുന്നു. സ്നേഹമയിയായ അമ്മയെക്കുറിച്ചും തന്നെ കാത്തിരിക്കുന്ന ഭാര്യയെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും പറയുമായിരുന്നു. പാലത്തുരുത്തിനെ നടുക്കിയ ആദ്യത്തെ തൊഴിലാളി ജാഥ, കമ്മ്യൂണിസ്റ്റ് ജാഥ ഓർക്കുമ്പോൾ കോരിത്തരിക്കുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതൊരു യഥാർത്ഥ സമരമാക്കി തീർക്കാൻ അനന്തകൃഷ്ണന് കഴിഞ്ഞില്ല. അത് പ്രതികാര വ്യഗ്രത പൂണ്ട ലഹളയായിപ്പോയി. വിളഞ്ഞ പാടത്തുടനീളം ആളിക്കത്തിയ തീ രാത്രിയെ പ്രകാശമാനമാക്കിയിരുന്നു. പിറ്റേന്ന് പാലത്തുരുത്തിലാകെ പോലീസും ഗുണ്ടകളും. എത്ര ചെറുമക്കുടിലുകൾ കത്തിയെരിഞ്ഞു. എത്ര സ്ത്രീകളുടെ ചാരിത്ര്യം നഷ്ടപ്പെട്ടു. എത്രയോ പേർ മർദ്ദനമേറ്റ് അവശരായി. ദാസന്റെ മൃതദേഹം ഇപ്പോഴും അയൽവരമ്പിൽ വിറങ്ങലിച്ചു കിടക്കുന്നത് കാണുന്നതായി തോന്നുന്നു. ദാസനെ കൊന്നിട്ട് സമരത്തെ തടുക്കാൻ അമ്മാവന് കഴിഞ്ഞുവോ? മന്ദത സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കാം. ഒളിവിൽ പോയ അനന്തനെക്കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടിയില്ല. തന്നെക്കുറിച്ചും. സമരത്തിൻ്റെ മന്ദത അനന്തകൃഷ്ണനോടൊപ്പം പാലത്തുരുത്തിൽ തിരിച്ചെത്തുന്നതുവരെ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. പിന്നെയും എത്രയെത്ര സമരങ്ങൾ, ജാഥകൾ. മർദ്ദനവും ഭീഷണിയും ആരെയും ദുർബലരാക്കിയില്ല. ഓർക്കുന്നു രോമാഞ്ചത്തോടെ.
വിളഞ്ഞുകിടന്ന പാടങ്ങൾ ഒരു രാത്രിയും പകലും കൊണ്ട് കൊയ്ത് തൊഴിലാളികൾ തങ്ങളുടെ വീട്ടിലെത്തിച്ചത്. അങ്ങനെ എന്തെല്ലാം വീരകഥകൾ. ഒരു രാത്രി ബൂട്ടുകളുടെ ശബ്ദം കേട്ടുണർന്നു. അനന്തൻ പുറത്തേക്ക് ചാടിയത് ഓർമ്മയുണ്ട്. പോലീസ് വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഭയങ്കരമായ ബഹളം. കുറേ പേർ മുറിക്കുള്ളിലേക്ക് തള്ളിക്കയറി. തലയ്ക്കൊരടിയേറ്റു. അതോടെ വീണു. ബോധമുണർന്നപ്പോൾ തോമസ് ചേട്ടനും ലോക്കപ്പിലുണ്ട്. പിന്നെ മർദ്ദനങ്ങളുടേത് മാത്രമായ ദിനരാത്രങ്ങൾ. പുറത്തിറങ്ങിയപ്പോൾ അറിഞ്ഞു അനന്തകൃഷ്ണനെ ലോക്കപ്പിൽ വെച്ച് കൊന്നുകളഞ്ഞുവെന്ന്. യഥാർത്ഥത്തിൽ ആ മരണമല്ലേ പാലത്തുരത്തിൽ കോളിളക്കമുണ്ടാക്കിയത്? ഒരു തീക്കാറ്റ് പോലെ ജനങ്ങൾ സർവവും തട്ടിത്തകർത്ത് മുന്നേറി. ഓരോ മനസ്സും അതിഭയങ്കരമായി ആളിക്കത്തി. പാലത്തുരത്തിൻ്റെ ഇച്ഛാശക്തിയെ തടയാൻ അമ്മാവനും ഗുണ്ടകൾക്കും പോലീസിനും കഴിഞ്ഞില്ല. അവിടെ മുതൽ അമ്മാവൻ പരാജയപ്പെട്ടു. കാലത്തെ പിടിച്ചുകെട്ടാനുള്ള ശ്രമം വിഫലമായി. പഴയ കൊല്ലും കൊലയും ഇന്ന് നടക്കുമോ? ഒരൊറ്റ തൊഴിലാളിയെങ്കിലും തല്ലാൻ കഴിയുമോ? ചെയ്യിക്കുന്നില്ലെന്നല്ല, പഴയതുപോലെ പകൽ വെളിച്ചത്തിൽ ചെയ്യാനുള്ള ചങ്കൂറ്റമില്ല. പക്ഷേ ആ വാശി, പൈശാചികത, അഹംഭാവം, ഇതിനൊന്നും മാറ്റമില്ല. ഇരുട്ടടി കൊണ്ട് അമ്മാവൻ എത്ര പേരോട് പക തീർത്തു. ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നു. ഇരുട്ടടി അടിക്കാൻ ആർക്കാണ് വയ്യാത്തത്? തന്നെയും ഇല്ലായ്മ ചെയ്യാൻ എത്രയോ തവണ ശ്രമിച്ചു. ചട്ടമ്പികൾ ഊഴമിട്ട് നടന്നിരുന്നില്ലേ? കൊന്നു പുഴയിൽ താഴ്ത്താനായിരുന്നത്രേ കൽപ്പന. ഓരോരുത്തർ ഊണും ഉറക്കവും ഒഴിച്ച് തക്കം പറത്ത് നടന്നു. കഴിഞ്ഞില്ല. പാലത്തുരുത്തിൻ്റെ മക്കൾ സമ്മതിച്ചില്ല. ഇന്നും ജീവിക്കുന്നു. അമ്മാവൻ്റെ പകയുടെ അളവറിയാം. ആ അമ്മാവൻ്റെ അനുവാദത്തോടെ എന്നെങ്കിലും തൻ്റെ സമീപത്തേക്ക് പോരാൻ കഴിയുമെന്നാണോ ശ്രീദേവി വിചാരിക്കുന്നത്? അവൾ അവളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. മാത്രമല്ല തൻ്റേതും. എത്രയോ തവണ പറഞ്ഞു, ഇറങ്ങി വരൂ ശ്രീദേവി, ധൈര്യമായിട്ട്. ആരും ഒന്നും ചെയ്യില്ല. നമുക്ക് വേണ്ടി 100 കണക്കിന് മനുഷ്യരുണ്ട് ചുറ്റോട് ചുറ്റിലും. എന്തുകൊണ്ടാണ് അവൾക്കതിന് കഴിയാത്തത്? അധ്യായം 7. നമ്പൂതിരിപ്പാടിൻ്റെ മൂച്ചു പിടിച്ചുള്ള ഉലാത്തൽ കണ്ടപ്പോഴേ ഭാരതീയ അന്തർജനത്തിന് പരിഭ്രമമായി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അച്യുതൻ നായർ വന്ന വിഷ്ണുവിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു. വിഷ്ണു ഇതുവരെ വന്നില്ല. ഇരുട്ടിക്കഴിഞ്ഞു. നമ്പൂതിരിപ്പാടിന് സർവ്വസമ്പത്തും ദേവസ്വത്തിനോ മറ്റോ ദാനം കൊടുത്തിട്ട് കാശിക്ക് പോകാനാണ് തോന്നുന്നത്. ഒരേയൊരു ആൺതരി. പാലക്കാട്ട് 1 വർഷം താമസിച്ചപ്പോൾ മാറിയിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷെ പഴയതിനേക്കാൾ കഷ്ടമായിരിക്കുന്നു. ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുചെന്ന് കെട്ടിയിടുകയാണ് വേണ്ടത്. ഇതൊക്കെ ഭ്രാന്തല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? വേളി കഴിക്കാനുള്ള പ്രായമായി. ചന്തയിലും പുഴക്കരയിലും ചൂളം കുത്തി നടക്കുന്നു. ചെല്ലപ്പൻ്റെ പെങ്ങളെക്കുറിച്ച് അച്യുതൻ നായരാണ് പറഞ്ഞത്. സുന്ദരിയാണെങ്കിൽ അതനുസരിച്ചുള്ള മിടുക്കം കാണും അവൾക്ക്. പണ്ടായിരുന്നെങ്കിൽ കാര്യസാധ്യത്തിന് ശേഷം തറ്റുടുത്ത് ചൂളവും കുത്തി മടങ്ങാമായിരുന്നു. അന്നത് അവകാശമായിരുന്നു, മാന്യതയായിരുന്നു. അവനൊരു ശുദ്ധവിഡ്ഢി. ആരുടെ മുൻപിലും വാ പൊളിച്ച് പല്ലിളിക്കും. ആരെയും അനുസരിക്കും. ആ പെണ്ണിൻ്റെ കാൽക്കൽ വീഴില്ലെന്ന് കരുതാം. പക്ഷേ കണ്ട പുലയരുടെയും പറയരുടെയും കുടിയിടങ്ങളിൽ കയറി ഇറങ്ങുന്നതോ? ഭ്രാന്താണെങ്കിലല്ലേ പൂട്ടിയിടാനൊക്കോ? തൻ്റെ പാപങ്ങളുടെ ശിക്ഷയാണത്രേ വിഷ്ണുവിൻ്റെ ജന്മം. പാലത്തുരുത്തിനത് പാട്ടാണ്. സുബുദ്ധി ഇല്ലാത്തതാണെങ്കിൽ വേണ്ടില്ല. ചിലപ്പോൾ അതിബുദ്ധി വരെ കാണിച്ചു കളയും. ഉപദേശിച്ചും തല്ലിയും അടുത്തു. 4 കുട്ടികളെ കിട്ടിയാൽ വട്ടമിരുത്തി പാട്ടും ആട്ടവും തുടങ്ങും. കഥ പറഞ്ഞു കൊടുക്കും. തണ്ടാന്മാരെ തെങ്ങിൽ കയറ്റി നാളികേരം ഇടുവിച്ച് ചന്തയിൽ വിറ്റ് കിട്ടുന്ന രൂപയ്ക്ക് പാശി കളിക്കും. മനക്കിലെ തേങ്ങയിടുന്ന തണ്ടാന്മാരോടെല്ലാം പറഞ്ഞു, വിഷ്ണു പറഞ്ഞാൽ തെങ്ങിൽ കയറരുതെന്ന്. വേണ്ട, അവന് തേങ്ങയും ഇളനീരും പറിച്ചു കൊടുക്കാൻ ചെറുമക്കുട്ടികളുണ്ട്. പോരെ, മുടി വെട്ടുകയോ ക്ഷൗരം ചെയ്യുകയോ ഇല്ല. മുഷിഞ്ഞു നാറിയ വേഷവും ചപ്രത്തലമുടിയുമായി അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടക്കും. അച്യുതൻ നായരോടൊപ്പം പാടത്തും തെങ്ങും തോപ്പിലും അയച്ചു നോക്കി. അരമണിക്കൂറിനകം അയാളുടെ കണ്ണു വെട്ടിച്ച് കടന്നുകളയും. ഈയിടെയായി വിജയൻ്റെ അടുത്തും പോകാറുണ്ടത്രേ. വിഷ്ണു കയറി വന്നപ്പോഴേക്കും നന്നേ ഇരുട്ടി. പൂമുഖത്ത് അച്ഛൻ്റെ ഉലാത്തൽ കണ്ടപ്പോഴേ വിഷ്ണുവിന് മനസ്സിലായി ഗർജനം ഉണ്ടാവുമെന്ന്. വിഷ്ണു പരുങ്ങലോടെ കടന്നു പോകാൻ ശ്രമിച്ചു. അയാൾ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. നീയ എവിടായിരുന്നു? പുഴക്കരയിൽ പോയി. അയാൾ നഖം കടിച്ചു. ആ നായിൻ്റെ മോൻ്റെ അവിടെയോ? ഏത് നായിൻ്റെ മോൻ? അബദ്ധം പിണഞ്ഞ മട്ടിൽ വിഷ്ണു കൈകുടഞ്ഞു. ഉടൻ തന്നെ നോട്ടം കീഴ്പോട്ടാക്കി ഒന്നും അറിയാത്തവനെ പോലെ നിന്നു. അത് കണ്ട് നമ്പൂതിരിപ്പാടിന് കലി കയറി. നീ ഇന്ന് തേങ്ങയിട്ട് വിറ്റോ? വിഷ്ണു മിണ്ടിയില്ല. നീ പാശി കളിക്കാനിരുന്നോ ചന്തയിൽ? മറുപടിയില്ല. ചെല്ലപ്പൻ്റെ കൂടെ ഷാപ്പിൽ കയറിയോടാ? ചോദ്യവും മുഖമടച്ച് അടിയും ഒപ്പം കഴിഞ്ഞു. നമ്പൂതിരിപ്പാടിന് വിരളി പിടിച്ചുപോയി. വിഷ്ണുവിനെ ഇടനാഴിയിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് കന്നമറും പോലെ അമറി. പോടാ.
ഭാരതി അന്തർജനത്തിൻ്റെ നെഞ്ചു പിടഞ്ഞു. ശ്രീദേവിക്കും നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മുൻപിലേക്ക് ചെന്നാൽ കടിച്ചു കീറിക്കളയും. വിഷ്ണു ഏങ്ങലടിച്ച് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. അയാൾ മുറിയിൽ കയറി വാതിലടച്ച് തഴുതിട്ടു. ഭാരതി അന്തർജനവും ശ്രീദേവിയും കതകിൽ തട്ടി വിളിച്ചെങ്കിലും തേങ്ങലല്ലാതെ മറുപടി ഉണ്ടായില്ല. അമ്മയും മകളും വിഷാദത്തോടെ മുഖത്തോട് മുഖം നോക്കി. പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. തല്ലിയത് പോരാ എന്നായിരുന്നു നമ്പൂതിരിപ്പാടിന്. മന ചുട്ടുപൊടിക്കാനുള്ള വാശിയും പകയും ഉള്ളിൽ ബാക്കി നിന്നു. വിഷ്ണുവിൽ കൂടി മേലംകുളത്തു മന നിലനിൽക്കുകയില്ല, അതുറപ്പ്. തന്നോടുകൂടി തറവാടും പ്രതാപ ഐശ്വര്യങ്ങളും അസ്തമിക്കും. തകർച്ചയുടെ പ്രതിബിംബം പോലെ വിഷ്ണു പിന്നെയും അലഞ്ഞു നടക്കും. ചരിത്രമുറങ്ങുന്ന മേലംകുളത്തു മന നമ്പൂതിരിപ്പാടിന് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു കുട്ടിക്കുരങ്ങന് തറവാട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് മടങ്ങണമല്ലോ. അവൻ അസ്ഥിവാരം വരെയും മാന്തിപ്പൊളിച്ച് ചിതറിച്ചെറിയും. അദ്ദേഹം നെഞ്ചു തിരുമ്മി. ശിക്ഷയാവാം, ശാപമാവാം, അല്ലെങ്കിൽ ഒരാൺതരി കൂടി ഉണ്ടാവാതിരിക്കുമായിരുന്നോ? ഉണ്ടായില്ലെന്നാണോ? ഈ നാട്ടിലെന്നല്ല, പല നാട്ടിലും ഉണ്ടാവും. ചെറ്റക്കുടിലുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് വാഴിക്കാനാവുമോ? മാറത്ത് വിരലുകളിട്ട് ചികഞ്ഞുകൊണ്ട് നമ്പൂതിരിപ്പാട് ചാരുകസേരയിലിരുന്നു. തൂക്കുവിളക്കിൻ്റെ ഉലയുന്ന നാളത്തിലേക്കും നിഴൽ പതിഞ്ഞ ഇടനാഴിയിലേക്കും നോക്കി. കാലം, തറവാട്, കുതിരപ്പന്തിയും ആനക്കൊട്ടിലും കാവും കോവിലുമെല്ലാം ഉണ്ടായിരുന്ന തറവാട്. ആ കാലഘട്ടം നുണയുന്നതു തന്നെ ഒരനുഭൂതിയാണ്. അന്നിതു വല്ലതുമായിരുന്നോ? കാരണവരും അമ്മാവന്മാരും അനന്തരവന്മാരും ആത്തേന്മാരും കൊണ്ട് നിറഞ്ഞ മനയകം. എപ്പോഴും തിരക്ക്. 50-60 അംഗങ്ങൾ. ഏതൊക്കെ നിലയിലുള്ള ബന്ധുക്കളാണെന്ന് തന്നെ അറിഞ്ഞുകൂടാ. എല്ലാവരും തിന്നുകുടിച്ച് മതിച്ച് ജീവിക്കുന്നു. കാരണവരുടെ ഉഗ്രശാസനങ്ങൾ, ഗർജനങ്ങൾ. തറവാട്ടിൽ ഛിദ്രം വളരുന്നത് കാലേക്കൂട്ടി എറിഞ്ഞു. തൻ്റെ നില ഭദ്രമാക്കാൻ വേണ്ടത് ചെയ്തു. അനന്തരവർക്കിടയിലും അന്തഃപുരത്തിലും സ്പർദ്ധ, വൈരാഗ്യവും കൊടുമ്പിരിക്കൊണ്ടപ്പോഴും കാരണവർ ഒന്നും അറിയില്ലെന്ന് ഭാവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. തകർച്ചയിലേക്ക് നീങ്ങാൻ മനക്കിലെ സ്വത്തുക്കൾ ഒലിച്ചുപോയി. കയ്യിൽ കിട്ടിയതൊക്കെ ഓരോരുത്തർ കൈവശപ്പെടുത്തി വിറ്റുതുലച്ചു. നിലവും പുരയിടങ്ങളും പങ്കിട്ടു. കിട്ടിയതുമായി ഓരോരുത്തർ നാടുവിട്ടു. പാലത്തുരുത്തിൽ ആ താവഴിയിലെ ഏതാനും കുടുംബങ്ങൾ കൂടി ശേഷിക്കുന്നു. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തനിക്ക് മാത്രം. വെളിമ്പറമ്പിൽ ആനകൾ നിരയൊത്തുനിന്ന് പനമ്പട്ട കടിച്ചു കീറി തിന്നുന്നത് ഇപ്പോഴും കാണുന്നത് പോലെ തോന്നുന്നു. കുതിരപ്പന്തിയിൽ ഒന്നാന്തരം കുതിരകൾ ഉണ്ടായിരുന്നു. ദുരകൾ കൂടി കാണാൻ വന്നിരുന്നു. മണ്ഡപവും കളിയരങ്ങുമൊക്കെ എന്നെ പൊളിച്ചു മാറ്റി. മനക്കിലെ കോവിലും പ്രതിഷ്ഠയും പാലത്തുരുത്ത് ക്ഷേത്രത്തിലേക്ക് മാറ്റി. മാറ്റണമെന്ന് വെളിപാടുണ്ടായി. പ്രശ്നം വച്ചപ്പോൾ തന്ത്രികളും ജ്യോത്സ്യന്മാരും പറഞ്ഞതും അതുതന്നെ. പണ്ട് ചേരിക്ക് ചേരി മത്സരിച്ച് ഉത്സവങ്ങൾ നടത്താറുണ്ടായിരുന്നത്. എത്രയെത്ര പണ്ഡിതന്മാർ കയറിയിറങ്ങിയ തറവാട്. എത്രയോ കലാകാരന്മാർ അഭയം കൊണ്ട തറവാട്. നിത്യേന പദ്യപാരായണവും ശ്ലോകം ചൊല്ലലും ഉണ്ടാവും. ചർച്ചയും വ്യാഖ്യാന തർക്കവും ഉണ്ടാവും. അതൊക്കെ വെളുപ്പാൻ കാലം വരെ നീണ്ടു നിൽക്കും. ആരുടെ കർമ്മദോഷമാണ് ഇപ്പോഴിങ്ങനെയൊക്കെ സംഭവിക്കാൻ? നമ്പൂതിരിപ്പാട് സാമ്രാജ്യം നഷ്ടപ്പെട്ടവൻ്റെ ദുഃഖത്തോടെ സ്മരണകളിൽ മുഴുകിയിരുന്നു. വിഷ്ണുവിനും ഉറക്കം വന്നില്ല. കിളിവാതിലിലൂടെ അയാൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇരുട്ടിൻ്റെ പുതപ്പിനുള്ളിൽ പാലത്തുരുത്ത് മയങ്ങുന്നു. വിഷ്ണുവിന് യാതൊന്നും മനസ്സിലാകുന്നില്ല. ജീവിതം അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്ന് അയാൾ വിശ്വസിച്ചു. തനിക്ക് വേണമെന്നാൽ ഇപ്പോൾ മരിക്കാൻ കഴിയുമെന്നും അതാർക്കും തടയാനാവില്ലെന്നും അറിയാം. അങ്ങനെ തൻ്റേത് മാത്രമായിരിക്കുന്ന ജീവിതത്തിലേക്ക് മറ്റുള്ളവർ എന്തിന് ശ്രദ്ധ ചെലുത്തുന്നുവെന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ല. താൻ ആരോടും കടപ്പെട്ടിട്ടില്ലെന്ന് അയാൾ വിചാരിച്ചു. എനിക്ക് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ അവർ എനിക്കായി മാത്രം വിട്ടുതരാത്തത്? ആരോ ജീവിച്ചതുപോലെ, ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. ഒരാൾ ജനിച്ചു, വളരെ മല്ലടിച്ച് വളർന്നു. പ്രായപൂർത്തിയായപ്പോൾ അവൻ കല്യാണം കഴിച്ചു. അവന് മക്കളുണ്ടായി. അവൻ അവർക്കു വേണ്ടി അധ്വാനിച്ചു, ചിന്തിച്ച് തലപുണ്ണാക്കി, വേദനിച്ചു, സന്തോഷിച്ചു. അവന് തൃപ്തി വരുന്നില്ല. ഇനിയും വളരെ ചെയ്യാനുണ്ടെന്നാണ് അവൻ്റെ വിചാരം. വളരെ ജീവിക്കാനുണ്ടെന്നാണ് വിചാരം. തീരെ സ്വസ്ഥതയില്ല. അവസാനം വൃദ്ധനായി, മരണാസന്നനായി. അവന് തൃപ്തിയായിട്ടില്ല. കാരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതിൽ പകുതി പോലും അവൻ ചെയ്തു തീർത്തിട്ടില്ല. അവൻ പിന്നെയും ദുഃഖിക്കുകയാണ്. അവസാനം അവൻ മരിച്ചു. അവൻ തീർന്നു. ദുഃഖത്തിനും ചിന്തയ്ക്കും അധ്വാനത്തിനും വേണ്ടി അവൻ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നീക്കിവെച്ചിരുന്നു. അവന് സന്തോഷിക്കാനും അഭിമാനിക്കാനും തീരെ കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. അത്രമാത്രമേ അവൻ അവകാശപ്പെട്ടിരുന്നുള്ളൂ.
അവൻ വേണ്ടുവോളം അത് സ്വായത്തമാക്കിയില്ല. അവന് വേണ്ട വളരെ ദുഃഖിക്കുകയും കുറിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നതായിരുന്നു അവൻ്റെ ചിട്ട. ആ ചിട്ടയിലാണ് അവൻ ജീവിച്ചു മരിച്ചത്. അവനോട് ജീവിതം മുഴുവൻ ആനന്ദിക്കൂ എന്ന് പറഞ്ഞാലും അത് നിഷേധിക്കുമായിരുന്നു. അങ്ങനെ എന്തിനാണ് ഒരുവൻ ജീവിക്കുന്നത്? വിഷ്ണുവിന് മനസ്സിലാകുന്നില്ല. ജീവിക്കണം, ചില ചിട്ടകൾ വേണം, ജീവിക്കുന്നതിന് നിമിത്തം വേണം, ശരി, എല്ലാം വേണം. പക്ഷേ ചിട്ട എല്ലാവരുടെയും ഒന്നുപോലിരിക്കണമെന്ന് ആര് പറഞ്ഞു? മനുഷ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദുഃഖിക്കുന്നതും കൂടി മനസ്സുഖത്തിനു വേണ്ടിയാണ്, സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടിയാണ്. എന്നാൽ അത്രയൊക്കെ ക്ലേശിക്കാതെ തന്നെ വിഷ്ണുവിനത് ലഭിക്കുന്നു. അത് പാടില്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശം? തനിക്ക് ആനന്ദം തരുന്ന തൻ്റേത് മാത്രമായ ഒരു ചിട്ട സ്വീകരിച്ച് ഞങ്ങളെപ്പോലെ ദുഃഖിക്കൂ എന്ന് എന്തിനാണവർ നിർബന്ധിക്കുന്നത്? തനിക്ക് ഒന്നും മനസ്സിലാവുകയില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ഷാപ്പിൽ കയറിയതിന് തല്ലണോ? ചെല്ലപ്പൻ വിളിച്ചു. കയറി. കള്ളുവാങ്ങി തന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ ഒരു കവിൾ കുടിച്ചു, ബാക്കി തുപ്പിക്കളഞ്ഞു. ചെല്ലപ്പൻ്റെ വീട്ടിൽ പോയി. മീനു തന്ന ചായ കുടിച്ചു. മൂന്നാളും കൂടി ഇലവൻ ചൂട്ടിൽ ചിരിച്ചു രസിച്ചിരുന്നു. ശ്ലോകങ്ങളും കഥകളും കേൾക്കുന്നത് മീനുവിനിഷ്ടമാണ്. നാടൻ പാട്ടുകളും പാടി കേൾപ്പിക്കാറുണ്ട്. ചെല്ലപ്പന് വഞ്ചിപ്പാട്ടേ അറിയാവൂ. പിന്നെ കള്ളു മണക്കുന്ന കഥകളും, ഉത്സവങ്ങൾക്ക് പോയതും കുടിച്ചതും തല്ലുണ്ടാക്കിയതും മറ്റുമായ പരുക്കൻ കഥകൾ. മീനുവിന് ആദ്യമൊക്കെ അടുത്തു നിൽക്കാൻ മടിയായിരുന്നില്ലേ? മനക്കിലെ കുട്ടിയായതുകൊണ്ട് അകന്നു നിൽക്കണമെന്ന് അവൾ ധരിച്ചിരുന്നിരിക്കും. പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഈ വിഷ്ണു വേറൊരു മണ്ടനാണല്ലോ എന്ന്. ആയിക്കോട്ടെ, എന്നാൽ അവളൊരു മണ്ടിയാണ്. എത്രയോ തവണ കള്ളക്കഥകൾ പറഞ്ഞ് അവളെ കളിപ്പിച്ചു. പണ്ട് മനയുടെ മേച്ചിൽപ്പുറത്തു നിന്ന് കൈകൾ ചിറകുപോലെ വിരിച്ചു പിടിച്ചുകൊണ്ട് പടിപ്പുര വരെ താൻ പറന്നുവെന്ന് വിശദീകരണങ്ങളോടെ പറഞ്ഞപ്പോൾ അവൾ അത് വിശ്വസിച്ചു. അതുപോലെ എത്രയെത്ര മണ്ടൻ കഥകൾ. ചെല്ലപ്പൻ ആർത്തു ചിരിക്കുമ്പോഴാണ് അമിട്ട് പൊട്ടുക. പിന്നെ കുറേ നേരത്തേക്ക് മുഖം വീർപ്പിച്ചിരിക്കും. എന്തു പറഞ്ഞാലും വിശ്വസിച്ചുകൊള്ളും ആ തലമണ്ട. ചിരി കേൾക്കാനാണ് രസം, അതോ കാണാനോ? മുഖം ആകാശത്തേക്ക് മലർത്തി ചിരിച്ചു കഴിയുമ്പോൾ മുടിക്കെട്ടാകെ ഉലയും. കവിളിലേക്ക് ചുരുൾ ഇഴഞ്ഞു വരും. ചിരിച്ചു തളർന്നാൽ മുഖം കുനിച്ചു വെച്ചാണ് ചിരി. പെൺകുട്ടികൾ ഇങ്ങനെ ചിരിക്കാവോ? ഒളിക്കാനറിയാത്ത മനസ്സായതുകൊണ്ടാവും. അവൾക്കും അറിയാം കഥകൾ, പുഴയുടെയും കായലിൻ്റെയും കഥകൾ. കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ ആലോചിച്ചും പുഞ്ചിരിയിട്ടും നഖം കഴിച്ചും പെട്ടെന്ന് തിടുക്കപ്പെട്ടും ഓർത്തോർത്തു പറയുന്നത് കേൾക്കാൻ രസമുണ്ട്. അവളെ കല്യാണം കഴിപ്പിക്കാൻ ചെല്ലപ്പന് തിടുക്കമായി. എന്നിട്ട് വേണം ചെല്ലപ്പനും വേളി കഴിക്കാൻ. മീനുവിൻ്റെ ഭർത്താവ് സുന്ദരനും നിഷ്കളങ്കനുമായിരിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലും പാലത്തുരുത്തിലുണ്ടോ എന്ന് വിഷ്ണു ഓർമ്മയിൽ പരുതി. ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ട്. മീനുവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കാത്തവനായിരിക്കണം. ചെല്ലപ്പന് പറ്റിയ ഒരു പെണ്ണു വേണം, അയാളുടെ സ്വഭാവത്തിന് പറ്റിയ പെണ്ണ്. രണ്ടാൾക്കുമുള്ളത് പാലത്തുരുത്തിലില്ല, മറ്റെവിടെ നിന്നെങ്കിലും വരുമായിരിക്കും. കല്യാണത്തിന് ശേഷം മീനു അവളുടെ വഴിക്ക് പോകും. ചെല്ലപ്പനും തിരിയും. അവരുടെ ലോകത്തിൽ തനിക്ക് പ്രവേശനമുണ്ടായിരിക്കുകയില്ല. മീനുവിനെ പിന്നെ കാണാൻ പോലും കിട്ടുകയില്ല. കണ്ടാൽ തന്നെ ഇങ്ങനെയായിരിക്കും. ഒക്കത്തും തോളിലും കുട്ടികളുമായി, വാരി വലിച്ചു ചുറ്റിയ വസ്ത്രങ്ങളുമായി, പഴയ ചിരിയും പ്രസരിപ്പും ഉത്സാഹവുമെല്ലാം നഷ്ടപ്പെട്ട് മെലിഞ്ഞ് ആരോഗ്യം തകർന്ന ഒരു ചണ്ടി. ഇതിനു വേണ്ടിയാണോ മനുഷ്യർ വഴിപിരിഞ്ഞു പോകുന്നത്? നിർബന്ധിതമായ ഈ ചിട്ടയിലും നിയന്ത്രണത്തിലും ജീവിതം കുരുക്കിയിടണമെന്നാണോ? വേണ്ട, ആരും ചിരിക്കുകയില്ല. പുഴക്കരയിലെ ഇലവൻ ചുവട്ടിൽ മീനു ഇരിക്കും, വിഷ്ണു ഇരിക്കും, ചെല്ലപ്പനിരിക്കും. അവർ കഥകൾ പറയും, പാട്ടുകൾ പാടും, പൊട്ടിച്ചിരിക്കും. വിഷ്ണു കിളിവാതിലിലൂടെ പുഴയുടെ ദിക്കിലേക്ക് നോക്കിയിരുന്നു. അവിടെ ഒരു വെളിച്ചമുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഒരു റാന്തലിൻ്റെ വെളിച്ചം, ചില്ല് പൊട്ടിയ റാന്തലിൻ്റെ. അധ്യായം 8. ജീവിതം തന്നെ ഒരു നേർച്ചയായി തീർന്നിരിക്കുന്നു. ഒരേ ചായം പൂശിയ ദിനരാത്രങ്ങൾ. ഇന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു. അവളുടെ വേളി കൊയ്ത്തു കഴിഞ്ഞിട്ടങ്ങോട്ട് നടത്താൻ നിശ്ചയിച്ചിരിക്കുക. അവൾ സമ്മതിക്കണ്ടേ? അവളുടെ സമ്മതം നോക്കണില്ല. അവൾ പറയുന്നത്, എനിക്കറിയാം, മരിച്ചു കളയുന്ന അല്ലേ? ഇത്ര നാള് അതിന് പഴങ്ങി, ഇനി നീട്ടണില്ല. 30 വയസ്സുവരെ ഒരാത്തോലും മനക്കൽ വേളിയില്ലാണ്ട് നിന്ന ചരിത്രമില്ല. എന്നെ തോൽപ്പിക്കാൻ ചാവണമെങ്കിൽ ചാവട്ടെ, ഇതിനേക്കാൾ ഭേദം അതന്നെയാ. അച്ഛനും ഒരു ഭീഷണി പ്രയോഗിക്കുകയാണ്, ബദൽ ഭീഷണി. പക്ഷെ തോൽക്കുന്നത് അച്ഛനായിരിക്കും. തൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്താൻ അച്ഛന് കഴിഞ്ഞേക്കും, എന്നാൽ സ്നേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ശ്രീദേവി വാശിയോടെ ഓർത്തു. വിളക്ക് കെടുത്തി എപ്പോഴേ കിടക്കുന്നതാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല. മനയുടെ ഉൾത്തളങ്ങളിൽ എത്രയോ ക്ഷുദ്രജീവികൾ
ഉറങ്ങാത്ത രാത്രിയാണിത്. ഇവിടെ 100 ആത്തന്മാരുടെ ആത്മാവുകൾ ചുറ്റിത്തിരിയുന്നുണ്ടാവും. എത്രയെത്ര രഹസ്യബന്ധങ്ങൾ ഉടലെടുത്തിരിക്കാം. ഉഗ്രശാസനകൾക്ക് മുൻപിൽ സ്വയം കുരുതി കൊടുത്തിരിക്കാം. ആത്മഹത്യ ചെയ്തിരിക്കാം. നിലവറയിൽ പുകച്ചു കൊന്നിരിക്കാം. സ്വതന്ത്രമായി ഉച്ഛ്വസിക്കാൻ പോലും അനുവാദമില്ലാത്തവരായിരുന്നില്ലേ അന്തർജനങ്ങൾ? അവരുടെ കണ്ണീർ വീണ് നനഞ്ഞ തറയല്ലേ ഇത്? തനിക്ക് ഉറച്ചു നിൽക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ. മനയുടെ ഇരുൾ മൂടിയ പെരിച്ചാഴിയും കൂമനും വവ്വാലും ഇരുട്ടിനെ ഇളക്കിമറിക്കുന്ന ഉൾത്തളങ്ങളിൽ നിന്ന് അനേകം തലമുറകളുടെ സ്നേഹം കൊതിച്ച ആത്മാവുകളുടെ ദീനദീനമായ രോദനം കേൾക്കാം. കാതോർത്ത് കിടക്കണം. ഏങ്ങലടിച്ച് കരയുന്നത് കേൾക്കാം. പിറുപിറുപ്പിൻ്റെയും ശാപവചനങ്ങളുടെയും ചിലമ്പൽ കേൾക്കാം. സ്നേഹോഷ്മളമായ ആ മന്ത്രണങ്ങൾ കേൾക്കാം. അതിൽ അമ്മുക്കുട്ടിയുടെ ശബ്ദവും ഉണ്ടാവും. വിജയേട്ടൻ്റെ ശബ്ദം കൂടി ഉണ്ടാവേണ്ടിയിരുന്നതല്ലേ? അമ്മ കാത്തു. 30 ചില്ലുവാനം വർഷത്തെ തൻ്റെ നിശ്വാസങ്ങൾ തളം കെട്ടിയ ഈ മുറി ഇത്തരം നിമിഷങ്ങളിൽ തീർത്തും അപരിചിതമായി തോന്നുന്നു. കാലം അത് പിന്നെയും പിന്നെയും കടന്നു പോകുന്നു. കിളിവാതിലിലൂടെ എത്തിനോക്കുന്ന പുറം ലോകം. നിലാവും നിഴലും വടക്കിനിയുടെ പൂമുറ്റത്ത് കെട്ടുപിണയുന്നു. തെങ്ങോലക്കീറുകൾക്കിടയിലൂടെ കാണാവുന്ന ആകാശശകലങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങളുടെ സംഘഗാനം. മനസ്സിൽ നിന്ന് നിലാവ് എന്നെ പൊലിഞ്ഞുപോയി. മേലംകുളത്ത് മനക്കിലെ വടക്കിനിയിൽ തനിച്ച് ജീവിക്കുന്ന മരണം കാക്കുന്ന ഒരു കൊച്ചു ദുഃഖമായി ഒതുങ്ങിപ്പോയിരിക്കുന്നു ജന്മം. ആരാണീ ദുഃഖത്തെ ഏറ്റുവാങ്ങുക? കാറ്റിനാവുമോ? നിലാവിനാവുമോ? ദുഃഖസ്മൃതികളുടെ കയങ്ങളിലൂടെ കരം രണ്ടും ആഞ്ഞടിച്ചു തുഴഞ്ഞ് കരയെത്താൻ ഒരിക്കൽ കൂടി വൃഥാ ശ്രമിക്കുന്നു. സംതൃപ്തിയോടെ ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ എല്ലാം ഇപ്പോഴും മുൻപിലുണ്ട്. 31 വർഷത്തെ ജീവിതം നരച്ചു വിളറി ശൂന്യമായ ആകാശം പോലെ. അതിൻ്റെ ചക്രവാളങ്ങളിൽ ആർത്തലച്ചു പെയ്യാൻ കുതിച്ച മോഹങ്ങൾ വന്ധ്യമേഘങ്ങളെപ്പോലെ ചിതറിക്കിടക്കുന്നു. ഒന്ന് പിന്തിരിഞ്ഞു നോക്കാനും നെടുവീർപ്പിടാനുമുള്ള കരുത്തുപോലും കിട്ടുന്നില്ല. ശാപമാവാം ഇതൊക്കെ. അല്ലെങ്കിൽ വിഷ്ണു ഇങ്ങനെയായി തീരുമോ? തൻ്റെ ജീവിതമോ നശിച്ചോ? അവനൊരു ഭ്രാന്തനെപ്പോലെ ചിലച്ചും ചിരിച്ചും പാടിയും പാലത്തുരുത്തിലാകെ അലയുന്നു. അവനെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയുന്നില്ല. ഒരു വേളി കഴിപ്പിക്കാമെന്ന് വെച്ചാൽ അവനത് സമ്മതമല്ല. അല്ലെങ്കിൽ തന്നെ അവന് ആരാണ് പെണ്ണിനെ കൊടുക്കുക? സ്വത്ത് മോഹിച്ച് ആരെങ്കിലും ചെയ്തേക്കും. എന്നാൽ തന്നെയും സ്വന്തം മകളെ ബലി കൊടുക്കാൻ ഏതെങ്കിലും മാതാപിതാക്കൾ തയ്യാറാവുമോ? വേളി കഴിച്ച പെണ്ണിനെ മണിയറയിൽ ഇരുത്തിയിട്ട് കുട്ടികളുടെ കൂടെ കളിക്കാൻ ഇറങ്ങിപ്പോവില്ലേ ആ വങ്കൻ? അവനോടുകൂടി തറവാടിൻ്റെ അന്തസ്സും ആഭിജാത്യവും എല്ലാം തീർന്നു. ഇനിയൊരിക്കൽ കേൾക്കാം അവനൊരു പുലയക്കുടിലിൽ അന്തിയുറങ്ങിയെന്ന്. ആർക്കാണ് അവനെ തിരുത്താൻ കഴിയുക? വിജയേട്ടൻ അറിവുള്ള ആളല്ലേ? നിരന്തരം ഉപദേശിച്ചാൽ വിഷ്ണുവിനെ മാറ്റാൻ കഴിയില്ലേ? പക്ഷേ വിഷ്ണു വിജയേട്ടൻ്റെ അടുത്ത് പോയെന്നറിഞ്ഞാൽ അച്ഛൻ ഭൂമി കുലുക്കും. വിജയേട്ടനോട് വിഷ്ണുവിൻ്റെ കാര്യം പറയണമെന്ന് വിചാരിച്ചതാണ്. കഴിഞ്ഞ വേള കണ്ടിട്ട് മിണ്ടിയില്ലല്ലോ. അത്രയ്ക്കും വെറുപ്പായി കാണും. എങ്ങനെ വെറുക്കാതിരിക്കും? പക്ഷേ തന്നെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അദ്ദേഹം ഇപ്പോഴും സ്നേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്നറിയാം. അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്തതെന്ത്? മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാഞ്ഞിട്ടാണോ? ഒരു കണക്കിൽ തങ്ങൾ രണ്ടാളും ഓരോ നാടകം അഭിനയിക്കുകയല്ലേ? തൻ്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ വിജയേട്ടൻ്റെ കാത്തിരിപ്പ് വ്യക്തമായി തീരും. വിജയേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാൽ തൻ്റേതും ഒരാൾ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്ന് ബോധ്യമാവുമ്പോൾ ഒരു പുതിയ ചിന്തയും വാശിയും ഉടലെടുക്കും. സ്നേഹം തേഞ്ഞു മാഞ്ഞു പോകും. സ്വന്തം നഷ്ടത്തെക്കുറിച്ചുള്ള ഓർമ്മ അലകടൽ പോലെ ആർത്തിരമ്പും. പാഴായ യൗവനം മുന്നിൽ വന്നു നിന്ന് കൊഞ്ഞനം കുത്തും. പിന്നെ തീർച്ചയായും ഒരു കുടുംബമുണ്ടാക്കാനുള്ള തീവ്രയത്നം ആരംഭിക്കും. സ്വന്തമെന്ന് വിശ്വസിച്ചിരുന്നത് അന്യാധീനപ്പെടുമ്പോൾ സ്വാർത്ഥമോഹങ്ങൾ പുതിയ ചിന്താധാരകളിലൂടെ പ്രവൃത്തി പദങ്ങളിലൂടെ കുതിച്ചു പായാൻ വെമ്പും. താൻ മാത്രം പുറകിലായിപ്പോയി എന്ന ചിന്തയോടെ വെട്ടിപ്പിടിക്കാനും കീഴടക്കാനും വ്യഗ്രത കൊള്ളും. ഇപ്പോൾ ഒരാൾ നഷ്ടപ്പെടുന്നത് കാക്കുകയാണ് മറ്റൊരാൾ. സ്നേഹത്തെ വെട്ടിമുറിച്ചിട്ട് മറ്റൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ധൈര്യം രണ്ടാൾക്കുമില്ല. പഴി കേൾക്കുകയോ കുറ്റബോധം തോന്നുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലാണിത്. മാത്രമല്ല തനിക്കായി ഒരാൾ കാത്തിരിക്കുന്നല്ലോ എന്ന ഓർമ്മ മറ്റൊരു ഇണയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുന്നതിൽ നിന്ന് ഇരുവരെയും വിലക്കുന്നു. താത്വികമായി മാത്രമേ തൻ്റെ ചിന്തകൾക്ക് അടിസ്ഥാനമുള്ളൂവെന്ന് ശ്രീദേവിക്ക് തോന്നി. സൈദ്ധാന്തികമായി ഇതൊരു കടങ്കഥയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വൈകാരികമായും അനുഭൂതിപരമായുമുള്ള അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. തത്വവും സിദ്ധാന്തവുമല്ല. അനുഭൂതിയും വികാരവുമാണ് സ്നേഹത്തിൻ്റെയും അത് സൃഷ്ടിക്കുന്ന എല്ലാ വേദനകളുടെയും മാനദണ്ഡം.
വിജയേട്ടൻ മുഷിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഉറച്ച തീരുമാനങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. കാത്തിരിപ്പിന് പ്രതീക്ഷയുടേതായ അർത്ഥമെങ്കിലുമുണ്ട്. താനോ വെറുതെ ജീവിതം ചെലവാക്കുന്നു. അതാണ് ശരി, ജീവിതം ചെലവാക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ല. ഒന്നും തന്നെ ആശയിലേക്ക് വിരൽ ചൂണ്ടുന്നുമില്ല. ആരെയും കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് കാത്തിരിപ്പാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് ആത്മഹത്യയാണ്. വേണമെന്ന് വെച്ചുള്ള ആത്മഹത്യ ഇതാണ്. ഈ ഭൂമുഖം പോലെ വിശാലമായ ഒരു കവാടം രക്ഷപ്പെടാനായി മുൻപിൽ മലർക്കെ തുറന്നു കിടപ്പുണ്ട്. അതിനപ്പുറം താങ്ങിപ്പിടിക്കാനായി കരുത്തുറ്റ കരങ്ങളും. എന്നിട്ടും താൻ പുറംതിരിഞ്ഞു നിന്ന് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് മനഃപൂർവ്വം വിലപിക്കുന്നു. ഈശ്വര, എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഒരു സ്നേഹത്തെയും 2 ജീവിതത്തെയും ബലി കൊടുക്കുന്നു. കൃതജ്ഞ, ദുഷ്ട, വഞ്ചനാധിഷ്ഠിതമായ ബോധധാര, സ്വയം ന്യായീകരിക്കാൻ പഴുതു തേടിയുള്ള പലായനം, സ്വയം ബന്ധിതയാക്കിയിട്ട് ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ മനസ്സിൽ ഊറ്റം കൊള്ളുന്നു. കഴിയുന്നില്ല എന്ന നിസ്സഹായത നടിക്കുന്നു, ദുഃഖം നടിക്കുന്നു. ശ്രീദേവി, ഇറങ്ങി വരൂ, എൻ്റെ അടുത്തേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വരൂ. എത്രയോ തവണ അദ്ദേഹം വിളിച്ചതാണ്. ശ്രീദേവി ആത്മനിന്ദയിൽ പൊളിഞ്ഞു. സ്വയം കഴുത്തു ഞെരിക്കാൻ ആർത്തിപ്പൂണ്ടു. എന്തുകൊണ്ട് നീ ഇറങ്ങിപ്പോയില്ല? എന്തുകൊണ്ട്? അയാൾ വർഷങ്ങളോളം നിന്നെ കാത്തിരുന്നില്ലേ? നിന്റെ വരവിനായി വഴിയൊരുക്കി വെച്ചില്ലേ? നിന്നെ മാത്രം പ്രതീക്ഷിച്ച് ജീവിതം തുലയ്ക്കുകയല്ലേ? നീയോ? നിർത്തൂ, എനിക്ക് പറയാൻ ന്യായങ്ങളുണ്ട്, എനിക്ക് കാരണങ്ങളുണ്ട്. ഉറക്കെ വിളിച്ചലറാൻ അവൾ ആഗ്രഹിച്ചു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഇല്ല, തനിക്കത് വിശദീകരിക്കാൻ സാധിക്കുകയില്ല. തന്നെ തടഞ്ഞു നിർത്തുന്നതും കെട്ടിയിടുന്നതും അദൃശ്യമായ ഒരു ചങ്ങലയാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് മനസ്സിലാവുക? തലമുറകളായി അന്തർജനങ്ങളുടെ ഞരമ്പുകളിൽ ഒഴുകിയിരുന്ന കുലീനത്വത്തിൻ്റെ, ആഭിജാത്യത്തിൻ്റെ, ആഠിത്യത്തിൻ്റെ ചോരയാണ് എൻ്റെ ഞരമ്പുകളിലും ഒഴുകുന്നത്. കടുത്ത യാഥാസ്ഥ്യത്തിൻ്റെ, നിറം മങ്ങാത്ത, ഊറ്റം കുറയാത്ത കോശങ്ങൾ കൊണ്ടാണ് എൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു നമ്പൂതിരി സ്ത്രീയാണ്, ഒരു സ്ത്രീയാണ്. ഇനി ഞാൻ എൻ്റെ ചങ്ങലകളെ എങ്ങനെ പൊട്ടിച്ചെറിയും? മനക്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കരൾ വിറയ്ക്കും, കാലുകൾ വിറയ്ക്കും. അതൊരിക്കലും സാധ്യമല്ല. 31 വർഷത്തെ ശ്വാസനിശ്വാസങ്ങൾ ഏറ്റുവാങ്ങിയ വീടല്ലേ ഇത്? കാലടി പതിഞ്ഞ മുറികളല്ലേ ഇത്? പിച്ചവെച്ചതും ഓടിക്കളിച്ചതും ഈ തിരുമുറ്റത്താണ്. ഞാൻ പാടെ ഇറങ്ങിപ്പോവുകയില്ല. അതൊരു ദുർവാശിയാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം. അത് എൻ്റെ രക്തത്തിൻ്റെ മണം അവർ തിരിച്ചറിയാത്തതുകൊണ്ട്, എൻ്റെ രക്തത്തിൻ്റെ നിറവും രുചിയും തിരിച്ചറിയാത്തതുകൊണ്ട്. ഉവ്വ്, ഞാനീ യാഥാസ്ഥിതികത്വത്തിൻ്റെ തുടർച്ചകളെ സ്നേഹിക്കുന്നു. അപ്പോൾ വിജയേട്ടനോ? അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞില്ലേ? ജനിച്ചു വളർന്ന ചുറ്റുപാടുകളെയും വ്യവസ്ഥിതികളെയും മറികടന്ന് പുതിയൊരു തത്വത്തിലും ആദർശത്തിലും എത്തിച്ചേരാൻ നിന്റെ വിജയേട്ടന് കഴിഞ്ഞില്ലേ? പാരമ്പര്യത്തിൻ്റെയും മേൽക്കോയ്മയുടെയും മേച്ചിൽ പരപ്പിലല്ലേ അദ്ദേഹം പിച്ചവെച്ചത്? ആഠിത്യത്തിൻ്റെ ചോറല്ലേ 21 വർഷക്കാലം അദ്ദേഹമുണ്ടത്? അദ്ദേഹത്തിന് എന്തേ ഈ കൂറ് ഇല്ലാതെ പോയി? അപ്പോൾ നിന്റേത് വേണമെന്ന് വെച്ചുള്ള തീരുമാനമാണ്, അഭിനയമാണ്. അല്ല. ശ്രീദേവിയുടെ മിഴികൾ ഇരുട്ടിലും ജ്വലിച്ചു. വിജയേട്ടന് പാടെ മാറി മറിയാൻ കഴിഞ്ഞുവെങ്കിൽ അത് മനക്കിലെ ചോര ആ ഞരമ്പുകളിൽ ഒഴുകാത്തതുകൊണ്ട്, അമ്മുക്കുട്ടിയുടെ ഉദരത്തിൽ ജാരസന്തതിയായി ജന്മമെടുത്തതുകൊണ്ട്. ശ്രീദേവിയുടെ കണ്ണുകൾ മങ്ങി, ഞരമ്പുകൾ അയഞ്ഞു. എന്താണ് ചിന്തിച്ചത്? ശ്രീദേവി പൊടുന്നനെ തേങ്ങിക്കരഞ്ഞു. അധ്യായം 9. കുട്ടപ്പൻ വീണ്ടും ഗർജിച്ചു. കൊണ്ടുവാട പന്നി. ഷാപ്പിൽ നല്ല തിരക്ക്. കള്ളൊഴിക്കാനും കറിയും പുഴുക്കും വിളമ്പാനും 2 പേരെയുള്ളൂ. ഷാപ്പുടമ വാസുദേവൻ ഗോപാലിനെ വിളിച്ചു പറഞ്ഞു, കുട്ടപ്പനും ചെല്ലപ്പനും കള്ളു കൊടുക്കാൻ. ഷാപ്പിൽ അവർ കയറിയാൽ 2 ആളുടെയും ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടതിന് ശേഷമേ മറ്റുള്ളവരെ ശ്രദ്ധിക്കാവൂ എന്നാണ് വയ്പ്. ചെല്ലപ്പൻ ശുദ്ധനാണ്, കാര്യമില്ലാതെ വഴക്കിന് പോവില്ല. എന്നാൽ കുട്ടപ്പൻ അങ്ങനെയല്ല. നീതിന്യായങ്ങളിലൊന്നും വിശ്വാസമില്ല. വയസ്സ് 40 കഴിഞ്ഞെങ്കിലും ഉരുക്കുപോലുള്ള ശരീരം. ദേഹമിളക്കുമ്പോൾ പന്നിക്കുഞ്ഞുങ്ങളെപ്പോലെ ഉരുണ്ടു കളിക്കുന്ന മസിലുകൾ. കവിളൊട്ടി, തടിയെല്ല് നീണ്ട്, വരണ്ടു കറുത്ത ചുണ്ടുകളും തടിച്ചു പതിഞ്ഞ നാസികയും പുരികത്തിൻ്റെ നിഴലിലണ്ട ക്രൂരമായ കണ്ണുകളും ചുളികൾ വീണ നെറ്റിയും അല്പം കഷ്ടിയും ചേർന്നാൽ കുട്ടപ്പൻ്റെ മുഖമായി. ഒരു കണ്ണിൽ ചോരച്ച ഞരമ്പുകൾ തെളിഞ്ഞു നിന്നിരുന്നു. ഗോപാലൻ കള്ളു കൊണ്ടുവന്നു വെച്ചു. കുട്ടപ്പനത് ഗ്ലാസ്സിലൊഴിച്ച് രുചിച്ചു നോക്കി. മോരും വെള്ളമാണോടാ? ഗോപാലൻ ഭയന്നു. നിന്റെ അമ്മയ്ക്ക് കൊണ്ടുകൊട്. കുട്ടപ്പൻ കള്ള് ഗോപാലൻ്റെ നേർക്കൊഴിച്ചു. ഗോപാലൻ്റെ കൈലി നനഞ്ഞു. പകുതിയും തറയിൽ തൂവി. ഗോപാലൻ എന്തു വേണമെന്നറിയാതെ പകച്ചു. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പിൻവാങ്ങി. സഹതാപമുണർത്തുന്ന ഒരു രീതിയായിരുന്നു അത്.
വാസുദേവൻ എഴുന്നേറ്റ് അപ്പോൾ കൊണ്ടുവന്ന അന്തിക്കള്ള് പാളയിൽ നിന്നും പകർന്നെടുത്ത് കുട്ടപ്പനും ചെല്ലപ്പനും കൊടുത്തു. ഇതിരുന്നിട്ടാണോ? കുട്ടപ്പൻ 2 കവിൾ കുടിച്ചിട്ട് സംതൃപ്തിയോടെ മുരണ്ടു. പോക്രിത്തരത്തിനും ഒരതിരു വേണം. ഒരു മൂലയിലിരുന്ന് കള്ളു മൂന്തുകയായിരുന്ന പരീത് പറഞ്ഞു. അത് കുട്ടപ്പനെ തുണച്ചാണോ ഗോപാലനെ തുണച്ചാണോ എന്ന് ആർക്കും മനസ്സിലായില്ല. നായിൻ്റെ മോനൊക്കെ കള്ളു മൂഞ്ചാൻ വരുന്നു. പരീത് വീണ്ടും പിറുപിറുത്തു. കുട്ടപ്പന് കാര്യം മനസ്സിലായി. അയാൾ ഡെസ്ക് നീക്കി എഴുന്നേറ്റു. പരീതും കുട്ടപ്പനും തമ്മിൽ മുൻ വൈരാഗ്യമുണ്ട്. കുട്ടപ്പൻ പരീതിരിക്കുന്ന ബെഞ്ചിൽ ഇടതുകാലം ഉയർത്തിവെച്ചു. പരീത് സോസറിൽ നിന്നും ഇറച്ചി കഷ്ണങ്ങൾ പെറുക്കി തിന്നുകൊണ്ടിരുന്നു. കുട്ടപ്പനും 2 കഷ്ണം എടുത്തു തിന്നു. കൊള്ളാമല്ലോടെ പരീതേ. ഷാപ്പ് നിശബ്ദമായി. സംഗതി വഷളാവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കുട്ടപ്പൻ സോസറെടുത്ത് പരീതിൻ്റെ മുഖമടച്ച് അടിച്ചു. സോസർ തകർന്നു ചിതറി. പരീതിന് കണ്ണു കാണാൻ കഴിഞ്ഞില്ല. മുഖത്താകെ കറി തൂവിയിരുന്നു. പുറകിലെ സീലിങ്ങിൽ പിടിച്ച് അയാൾ എഴുന്നേറ്റ് നിന്നു. ഡെസ്ക് കുട്ടപ്പൻ്റെ മുമ്പിലേക്ക് ചവിട്ടിത്തള്ളി. അതാഞ്ഞിടിച്ച് കുട്ടപ്പൻ്റെ നിലതെറ്റി. ഒപ്പം പരീത് സർവ്വശക്തിയും സംഭരിച്ച് അയാളുടെ മുഖത്താഞ്ഞടിച്ചു. കുട്ടപ്പൻ വേച്ചു ചെന്ന് പുറകിലെ ഡെസ്കിൽ ചാരി. അടിയുടെ ഊക്കിൽ പരീതും വേച്ചുപോയിരുന്നു. കുട്ടപ്പൻ അരയിൽ തപ്പുന്നത് കണ്ടപ്പോൾ ചെല്ലപ്പൻ കൈയെത്തിച്ച് കടാര ഊരിമാറ്റി. ഇതിനിടയിൽ ആളുകൾ എഴുന്നേറ്റ് ഇരുവരെയും പൊതിഞ്ഞു. ചിലർ പരീതിനെ ഉന്തിത്തള്ളി പുറത്തേക്ക് കൊണ്ടുപോയി. വെറുതെയുണ്ടായ വഴക്കിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമായി ആളുകൾ സംഘം ചേർന്നു. എടുത്തോളാം. മുറുമിക്കൊണ്ട് കുട്ടപ്പൻ ബെഞ്ചിലിരുന്നു. പ്ലേറ്റ് കൊണ്ടുള്ള അടിയേറ്റ് പരീതിൻ്റെ മുഖം കലങ്ങിയെന്നും ഒരു പല്ല് ഇളകിയെന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നെന്നും ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ കുട്ടപ്പൻ്റെ കോപാവേശം അടങ്ങി. ഷാപ്പിൻ്റെ മുൻപിൽ കൂടിയ ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. തല്ലുകൊടുത്തിട്ടാണെങ്കിലും തല്ല് കിട്ടിയതിൽ കുട്ടപ്പന് അഭിമാനക്ഷതം തോന്നി. അതൊരു ഉൾപ്പകയായി അമർത്തിവെച്ചു. വാസുദേവൻ കൗണ്ടറിലിരുന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. കുപ്പിയും ഗ്ലാസുകളും മറ്റും തകർത്തതിന് ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുക? പരീതിനോട് ചോദിക്കാമോ? കുട്ടപ്പനോട് ചോദിക്കാമോ? കള്ളിൽ വെള്ളം ചേർക്കുകയേ നിർവാഹമുള്ളൂ. രാത്രി വളരെ ചെല്ലുവോളം കുട്ടപ്പനും ചെല്ലപ്പനും കള്ളും കുടിച്ച് ഷാപ്പിലിരുന്നു. നാരായണൻ ചെല്ലപ്പനെ കുറ്റപ്പെടുത്തി. എടാ, എത്ര കുപ്പി അകത്താക്കിയെടാ. നീ ഇങ്ങനെ കുടിച്ചും പാടിയും കുത്തിയിരുന്നാൽ മതിയോ? കുട്ടപ്പന് പിന്നെ പെണ്ണും പെടക്കോഴിയും പെങ്ങളുമില്ല. മീനു തനിച്ചല്ലേടാ വീട്ടില്. അവളെ ഈ പാതിരാത്രിയിൽ പട്ടി പോലും കയറുന്ന ആ കൂരയിൽ ഇരുത്തിയിട്ട് നീ ഇങ്ങനെ ഇരുന്നാലോ? പ്രായമായ പെണ്ണല്ലേ? ചെല്ലപ്പൻ ഗ്ലാസ് ശക്തിയായി മേശപ്പുറത്തടിച്ചു വെച്ചു. ചെല്ലപ്പൻ്റെ പെങ്ങളെ തൊടാൻ നെഞ്ചൂക്കുള്ളവൻ ഈ ഭൂമിയിലുണ്ടോ? ചങ്കും കരളും കൊടലും പണ്ടവും വയറ്റിക്കിടക്കണമെന്നുള്ളവൻ അവളെ നോക്കത്തില്ല, അറിയാവോ? പാതിരാത്രിയിൽ അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ അമേരിക്കയിൽ പോകും, അറിയാവോ? ചെല്ലപ്പൻ എഴുന്നേറ്റ് ബീഡി കൊളുത്തി കൗണ്ടറിൽ ചെന്ന് പറ്റു തീർത്തു. അണ്ണാ, ഞാൻ പോണ്, കുട്ടപ്പനോടായി പറഞ്ഞു. തലക്കെട്ട് അഴിച്ചു കെട്ടിയിട്ട് അയാൾ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. എത്ര കുടിച്ചാലും ചെല്ലപ്പന് കാലിടറുകയില്ല, വഴി പിശകുകയില്ല. ഷാപ്പിലിരിക്കുന്നവർക്ക് കുറേ അകലെ നിന്ന് ചെല്ലപ്പൻ്റെ പാട്ടുകൾ കേൾക്കാമായിരുന്നു. വടക്കൻ പാട്ടിൻ്റെ ശീലുകൾ. മനക്കിലെ വിഷ്ണു നിത്യവും കയറിയിറങ്ങുന്നുണ്ട്. നാരായണൻ ഒരു രഹസ്യം പോലെ പറഞ്ഞു. ഛേ, മനസ്സിൽ വെച്ചോണ്ട് പറയല്ലേ. ആ വങ്ങനെ കൊണ്ട് എന്തിനു കൊള്ളാം? മീനുവിനെ എന്നല്ല, ആരെ കണ്ടാലും പാട്ടും പാടി കഥയും പറഞ്ഞ് പല്ലും വിളിച്ചിരുന്നോളും. കേശവൻ അഭിപ്രായപ്പെട്ടു. അവളൊരു കൊച്ചു ചരക്ക. കുട്ടപ്പൻ ഏമ്പക്കം വിട്ടു. വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കണം. കൃഷ്ണൻകുട്ടി മിടയിറക്കി. പക്ഷേ വിഷ്ണു വങ്കനാണെന്നൊന്നും കരുതണ്ട. മീശ കിളിച്ചിട്ടുണ്ടല്ലോ. ഗോപാലൻ എല്ലാവരോടുമായി ശാസനരൂപേണ പറഞ്ഞു തുടങ്ങി. വിഷ്ണുവിനെക്കുറിച്ച് വേണ്ടാത്തത് പറയണവർക്ക് വിവരമില്ലെന്ന അർത്ഥം. ചെല്ലപ്പനില്ലാത്തപ്പോൾ വിഷ്ണു അങ്ങോട്ട് പോകാറില്ല. 1-2 തവണ പോയി കാണും. ഇപ്പോഴിപ്പോൾ അപ്പുറത്തെ മുറുക്കാൻ കടയിൽ വന്ന് ചെല്ലപ്പൻ പോയോന്ന് ചോദിച്ചിട്ടേ പോകൂ. അവർ 3 പേരും കൂടിയിരുന്ന് വല്ലതും പറയുന്നതിന് ബാക്കിയുള്ളവർക്കെന്നാ? മീനു അവിടെ ഇല്ലായിരുന്ന കാലത്തും വിഷ്ണു നിത്യവും ചെല്ലപ്പൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നതല്ലേ? അന്നാരും ഒന്നും പറഞ്ഞില്ലല്ലോ. കുട്ടപ്പൻ ഒന്ന് മൂളിയിരുത്തി. വീടിനടുത്തെത്തിയപ്പോൾ ചെല്ലപ്പൻ പാട്ടിൻ്റെ വോളിയം കുറച്ചു. മീനു. മറുപടിയില്ല. അകത്ത് വെളിച്ചമുണ്ട്. ചെല്ലപ്പൻ ഓലമറ മാറ്റി അകത്ത് കിടന്നു. മീനു മൺചുവരിൽ മുഖം അമർത്തിവെച്ചിരിക്കുന്നു. ചെല്ലപ്പൻ ഷർട്ടൂരി അയയിലിട്ടു. തലയിൽ കെട്ടഴിച്ച് കുടഞ്ഞ് തോളിലിട്ടു. മീനുവിൻ്റെ അടുത്ത് ചെന്ന് മുഖം പിടിച്ചുയർത്തി. കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ ചാലുകൾ. മീനു കൈതട്ടി മാറ്റിയിട്ട് ഏങ്ങലടിച്ചു കരഞ്ഞു. ഇനി അണ്ണൻ ഇത്രയും താമസിക്കത്തില്ല. 10 ഏത്തമിട്ടാക്കാം പോരെ? മീനു കരച്ചിൽ തുടർന്നു. അവൾ പിണങ്ങിയിട്ടാണ്. ആശ്വാസവാക്കുകൾ കൊണ്ട് ഫലമില്ല. ചെല്ലപ്പൻ കുശിനിയിൽ കയറി വിളമ്പി മൂടിവെച്ചിരുന്ന പുഴുക്കും കഞ്ഞിയും കറിയുമെടുത്ത് കഴിക്കാൻ തുടങ്ങി.
മീനു കണ്ണുകൾ തുടച്ചിട്ട് എഴുന്നേറ്റ് ചെന്നു. മോള് പേടിച്ചോ? എന്നോട് മിണ്ടണ്ട. മോശം. ചെല്ലപ്പൻ്റെ പെങ്ങള് പേടിക്കാൻ പാടില്ല. ചെല്ലപ്പൻ ആഹാരം കഴിച്ചെഴുന്നേറ്റപ്പോഴേക്കും അവളുടെ പിണക്കം അലിഞ്ഞു തീർന്നിരുന്നു. അവൾ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് പായിന്മേൽ വന്നിരുന്നു. ചെല്ലപ്പൻ അവളുടെ അടുത്തിരുന്നു. കള്ളു മണക്കുന്നു. ചെല്ലപ്പൻ മടിയിലിരുന്ന കടലാസ് പൊതി അവളുടെ മടിയിലേക്കിട്ടു. മീനു അഴിച്ചു നോക്കി. നെയ്യപ്പം. ഞാനിനിയും വല്ല വഴിക്കും പോകും. ഏത്തമിടണോ? അയാൾ കൈ രണ്ടും പിണച്ച് ചെവിയിൽ പിടിച്ചുകൊണ്ട് കുനിഞ്ഞു. ചെല്ലപ്പൻ്റെ പതിവ് പരിപാടിയാണിതെന്ന് മീനുവിനറിയാം. നാളെയും കള്ളു കുടിച്ചിട്ട് പാതിരാക്കി കയറി വന്ന് ഏത്തമിടും. 1, 2, 3. ചെല്ലപ്പൻ എണ്ണിക്കൊണ്ട് ഏത്തമിട്ടു തുടങ്ങി. മുതുകള്ളൻ. മീനു ചിരിച്ചു. അണ്ണൻ ചെന്ന് പെണ്ണ് കെട്ടിക്കൊണ്ടുവാ. ഇങ്ങനെ ഉറക്കളച്ച് നോക്കിയിരിക്കാൻ എന്നെക്കൊണ്ട് വയ്യ. ചെല്ലപ്പൻ അത് ആലോചിക്കായികയല്ല. പക്ഷെ വരുന്ന പെണ്ണിൻ്റെ മീനുവിനോടുള്ള പെരുമാറ്റം എങ്ങനെയിരിക്കും? മീനുവിനെ ദ്രോഹിച്ചാൽ കഷ്ണിച്ചു കളയും. ചിലപ്പോൾ തൻ്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം വന്നിട്ട് മീനുവിനോടുള്ള സ്നേഹത്തിന് ഇടിവ് തട്ടിയേക്കാം. അറിഞ്ഞോ അറിയാതെയോ അവളുടെ മനസ്സിനോ ശരീരത്തിനോ ഒരു പോറൽ പോലും ഏറ്റുകൂടാ. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും കളിത്തോഴൻ്റെയും സ്നേഹവാത്സല്യങ്ങൾ നൽകിയാണ് അവളെ കാത്തുപരിപാലിക്കുന്നത്. മീനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായാൽ ഒരു കുഴപ്പവുമില്ല. മീനു നെയ്യപ്പം കഴിക്കുന്നത് അയാൾ സംതൃപ്തിയോടെ നോക്കിയിരുന്നു. അണ്ണന് വേണ്ടേ? ഓ, ഞാൻ തിന്നു. ഒന്നുകൂടെ തിന്നോ? അവൾ നീട്ടി. പിന്നെ നിന്റെ ചീട്ടു വേണ്ടേ? ചെല്ലപ്പൻ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മീനു പെട്ടെന്ന് കൈ വലിച്ചു. അയാൾ എളിഫ്യതയോടെ അവളുടെ കൈ കടന്നു പിടിച്ച് തട്ടിപ്പറിച്ചെടുത്ത് കടിച്ചു തിന്നു. ഞാൻ കടിച്ചു തരുന്നു. ഞാൻ സഹിച്ചോളാം. പെരുവയറി. അണ്ണൻ്റെ അത്രയും വയറില്ല തീർച്ച. 10 മരച്ചീനിപ്പുഴുക്കും 5-6 പ്ലേറ്റ് മീനും ഇറച്ചിയും 15 കുപ്പി കള്ളും ഇപ്പം തിന്ന ചോറും ഒരു നെയ്യപ്പവും. പെരുവയറിന് ചുമ്മാണ്ടാണോ ഇങ്ങനെ തടി വയ്ക്കുന്നത്? ചെല്ലപ്പൻ അവളുടെ ചെവി പിടിച്ച് തിരുമ്മി. പിന്നെ മുണ്ടുകുടഞ്ഞൊടുത്തുകൊണ്ട് കട്ടിലേക്ക് കയറി കിടന്നു. മീനു വാതിലടച്ച് തറയിൽ പായ് വിരിച്ചു കിടന്നു. അണ്ണാ, വിളക്കൂതട്ടെ? ഓ. വെളിച്ചമണഞ്ഞു. ചെല്ലപ്പന് ഉറക്കം വരുന്നില്ല. ചിന്തിക്കാൻ ധാരാളമുണ്ട്. കിനാവ് കാണാൻ ഒരു പെണ്ണുമുണ്ട്. സീതമ്മ. ഇന്നും കണ്ടു സീതമ്മയെ. സംസാരിച്ചു, ചിരിച്ചു, വിരലുകളിൽ തെരിപ്പിടിച്ചു, നിർവൃതി കൊണ്ടു. പതിവായി കാണുന്നു. പുഴയിൽ നിന്ന് മണൽ വാരി വള്ളത്തിൽ നിർത്തിയ ശേഷം കുട്ടപ്പനോടും പണിക്കാരോടുമൊപ്പം കാർത്തിയായനിയുടെ വീട്ടിൽ ഊണിനെത്തും. കയറി ചെല്ലുമ്പോൾ ഊണ് റെഡി. വീടാണ്. ഹോട്ടൽ പോലെ നടത്തുന്നു. ഉച്ചയൂണേ ഉള്ളൂ. മണൽ വാരുന്നവർക്കു വേണ്ടി മാത്രം. ഒരു സംഘം ആൾക്കാരുണ്ടാവും. സ്ഥിരം പറ്റുകാർ. കാപ്പിയും പലഹാരങ്ങളും കിട്ടുകയില്ല. ഉച്ചയ്ക്ക് കാർത്തിയായനി അമ്മയും കേശവനും മകൾ സീതമ്മയും കൂടി ചോറ് വെച്ചു കൊടുക്കും. അതിൻ്റെ പൈസ കൊണ്ട് ജീവിക്കുന്നു. മഴക്കാലത്ത് മണൽ വാരലില്ല. അപ്പോൾ വാറ്റുചാരായം വിറ്റ് ഉപജീവനം കഴിക്കും. സീതമ്മയ്ക്കും അവരുടെ മാതാപിതാക്കൾക്കും തന്നെ ഇഷ്ടമാണ്. കല്യാണക്കാര്യം വാക്കാൽ പറഞ്ഞുറപ്പിച്ചിട്ടില്ലെന്ന് മാത്രം. എന്നിരുന്നാലും താനൊന്ന് മൂളിയാൽ മതി. എന്നു വേണമെങ്കിലും കൂടെ കൂട്ടാം അവളെ. സ്ത്രീധനം മോഹിക്കേണ്ട. മോഹിക്കുന്നുമില്ല. മീനുവിനെ പറഞ്ഞയച്ചിട്ട് വേണം സീതമ്മയെ ഈ കൂരയിലേക്ക് കൂട്ടുവിളിക്കാൻ. അടുത്തു കാണുന്നതിനോ സംസാരിക്കുന്നതിനോ വിലക്കില്ല. താൻ അവളെ വേൾക്കുമെന്ന് അവളുടെ മാതാപിതാക്കൾക്കറിയാം. അവളെ പോറ്റാൻ തന്നെക്കൊണ്ടാവുമെന്നും അറിയാം. ഒരുപാട് മോഹങ്ങളുണ്ട്. അടക്കി വച്ചിരിക്കുന്നു. മീനു പോയി കഴിയുമ്പോൾ അവയൊക്കെ പൂക്കും. മീനുവിനെപ്പോലും ഒന്നും അറിയിച്ചിട്ടില്ല. സമയമാകട്ടെ. മീനുവിനും ഉറക്കം വരുന്നില്ല. ഓർമ്മയ്ക്കും ചിന്തയ്ക്കും മൂടൽ വ്യാപിച്ച് ഒന്ന് മയങ്ങും. പെട്ടെന്ന് ഞെട്ടിയുണരും. പുഴയുടെ അക്കരെ നിന്ന് ആരോ വിളിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. താൻ തോണിയുമായി ചെല്ലുന്നത് കാത്ത് ആരോ നിൽക്കുന്നു ഇരുട്ടിൽ. അവൾ കാതോർത്തു കിടന്നു. അധ്യായം 10. വിഷ്ണു പതിവ് പോലെ വൈകുന്നേരം മനക്കിൽ നിന്നിറങ്ങി തിരിച്ചു. നാട് ചുറ്റാൻ. ചന്തയിൽ വന്ന് അയാൾ കുറേ നേരം ചെലവഴിച്ചു. പുഴക്കരയിൽ പോകണമെന്ന് തോന്നി. മുറുക്കാൻ കടയിൽ ചോദിച്ചപ്പോൾ ചെല്ലപ്പൻ എത്തിയിട്ടില്ലെന്ന് മറുപടി കിട്ടി. അതോടെ ഉത്സാഹം കെട്ടു. കുറേ നേരം സംശയിച്ചു നിന്നിട്ട് സങ്കോചത്തോടെ വള്ളക്കടവിലേക്ക് തിരിച്ചു. മെല്ലെ ചൂളം കുത്തിക്കൊണ്ടുള്ള നടത്ത. മീനു കുടിലുണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ട് അവൾ ഓടിയിറങ്ങി വന്നു. ചെല്ലപ്പൻ വന്നില്ലേ? ഇല്ല. പണിയും കുടിയും കഴിഞ്ഞു വരുമ്പം ഒരു നേരാവും. മീനു വെറുതെ ഇരിക്കുകയായിരുന്നോ? വെറുതെ ഇരിക്കാൻ ആർക്കാ നേരം? അണ്ണൻ വരുമ്പോഴേക്കും പുഴുക്കും കഞ്ഞിയും കറിയുമൊക്കെ റെഡിയാക്കി വെക്കണ്ടേ? മീനൊക്കെ വെച്ചിട്ടുണ്ടാവുമോ? നമ്പൂരിച്ചന്മാർ മീൻ കൂട്ടിയോ? ഞാൻ നമ്പൂരിയാണെന്ന് ആരാ പറഞ്ഞത്? അണ്ണൻ. നമ്പൂരിമാർ മീൻ കൂട്ടില്ല. ഈയാളും. അവൾ അയാളുടെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ കൂട്ടും. മീൻ കൂട്ടുന്ന നമ്പൂരിയാണെന്ന് വെച്ചോളൂ. വിഷ്ണു ചിരിച്ചു.
അയാൾ തന്നെ പരിഹസിക്കുകയാണെന്ന് മീനുവിന് തോന്നി. ചിരിക്കണോ പരിഭവിക്കണോ എന്ന് അവൾ സംശയിച്ചു. കളിയാക്കിയതാണോ എന്നെ? മീനുവിനെ ഞാൻ കളിയാക്കുവോ? ഞാൻ വെക്കണ പുഴുക്കും കറിയും തിന്നുവോ? തിന്നൂലോ. അവൾക്ക് അതപ്പാടെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണു ഇന്നുവരേക്കും അവിടെ നിന്നും കടുംചായ അല്ലാതെ മറ്റെന്തെങ്കിലും കഴിക്കുകയോ പുരയ്ക്കുള്ളിൽ കയറുകയോ ചെയ്തിട്ടില്ല. ചെല്ലപ്പൻ്റെ അഭാവം വിഷ്ണുവിനൊരുതരം വിഷ്ണത ഉളവാക്കി. മീനുവിൻ്റെ നേരെ നോക്കി സംസാരിക്കാൻ സങ്കോചം. സ്വതവേ വാചാലനാകാറുള്ള അയാൾ മൗനത്തിലേക്ക് ഉൾവലിയാൻ ശ്രമിച്ചു. എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടാത്തത് എന്നൊരു സംശയം. ഇതിനു മുൻപ് വരെ ഈ തരംതിരിവുണ്ടായിരുന്നില്ല. തോന്നിയത് പറയുകയായിരുന്നു പതിവ്. മീനുവിനും എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു. ചെല്ലപ്പനില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം ഉത്ഭുതമായിരിക്കുന്നത്. എവിടെയോ ഒരു കണ്ണി അറ്റുകിടക്കുന്നു. അക്കരെ പോണോ? പോണം. ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്ന ആശ്വാസത്തോടെ വിഷ്ണു പറഞ്ഞു. മീനു സാവധാനം നടന്നു ചെന്ന് വള്ളമിറക്കി. എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്നൊരു തീരുമാനം അവൾക്കോ വിഷ്ണുവിനോ ഇല്ലായിരുന്നു. ഒരുതരം ബോധാന്ധത. ഏതോ ഒരു അജ്ഞാത ശക്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ചെയ്യുവാൻ നിർബന്ധിക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്ന മട്ടിൽ അയാൾ വള്ളത്തിൽ കയറിയിരുന്നു. മീനു തുഴയുന്നത് അയാൾ കണ്ണിമയ്ക്കാതെ നോക്കി. ആ പ്രവൃത്തി അത്രയും കലാത്മകമായി മനോഹരമായി മറ്റാർക്കും ചെയ്യാൻ കഴിയില്ലെന്ന് വിഷ്ണുവിന് തോന്നി. മൃദുവായ അംഗചലനങ്ങൾ, ചുണ്ടുകളിൽ നിന്ന് കുതിറിച്ചാടാൻ വെമ്പുന്ന കുസൃതിച്ചിരി, ഇളകിത്തുടിക്കാത്ത ദൃഢതയും ആഴവും മൃദുവായ മൂർച്ചയുമുള്ള മിഴികൾ, ഇളം കറുപ്പാർന്ന ആ കവിളിണയുടെ സ്നിഗ്ധത, അവയിലൊന്ന് തലോടാൻ വ്യഗ്രത നൽകുന്ന ഒന്നായിരുന്നു. മീനു, വിഷ്ണു വിളിച്ചു. അത് അതിലോലമായ ഏതോ വികാരത്തിൻ്റെ വലിഞ്ഞു നിന്ന മൃദുതന്ത്രികളിൽ തട്ടിയതുപോലെ അത്രയേറെ മാന്ത്രികവും സാന്ദ്രവും നേർത്തതുമായിരുന്നു. ഉൾക്കാതുകൾ സ്വരങ്ങളെ തിരിച്ചറിയുന്ന സമയമുണ്ട്. ഹൃദയം കൊണ്ട് സ്വരങ്ങൾ കേൾക്കാവുന്ന സന്ദർഭങ്ങളുണ്ട്. മീനു കോരിത്തെരിച്ചു പോയിരുന്നു. അവൾ അറിയാതെ തന്നെ. അത് എന്തിനായിരുന്നുവെന്നും എങ്ങനെ സംഭവിച്ചുവെന്നും അവൾ അറിഞ്ഞില്ല. ഭൂമിയിൽ ആദ്യമായി ഒരാൾ തൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഒരിക്കൽ കൂടി ആ വിളി കേൾക്കാൻ അവൾ ആശിച്ചു. വിഷ്ണു അമ്പരന്നു പോയിരുന്നു. താൻ അറിയാതെ തീർച്ചയായും എന്തോ സംഭവിച്ചുവെന്ന് അയാൾ കരുതി. ഹൃദയം തുളുമ്പിപ്പോയത് അയാൾ അറിഞ്ഞതേയില്ല. ഇനി എന്താണ് പറയേണ്ടതെന്ന് അയാൾ സംശയിച്ചു. വിഷ്ണുവിൻ്റെ പരിഭ്രമം കണ്ട് മീനു ചിരിച്ചു. പതുക്കെ തുഴഞ്ഞാൽ മതി ട്ടോ. മീനു തലകുലുക്കി സാവധാനം തുഴഞ്ഞു. അക്കരെയെടുത്തപ്പോൾ അവൾ ചോദിച്ചു, ഇറങ്ങുന്നില്ലേ? വിഷ്ണു ചുറ്റും നോക്കിയിട്ട് രഹസ്യം പോലെ പറഞ്ഞു, ഇല്ല. പിന്നെന്തിനാ വന്നേ? തോണിയിൽ കയറാൻ. മീനുവിൻ്റെ സായുജ്യത്തിൻ്റെ ചിരി വിഷ്ണു കണ്ടു. അത്തരമൊരു ചിരിയോ ഭാവമോ അയാൾ ഇതിനു മുൻപ് കണ്ടിരുന്നില്ല. വള്ളം തിരിച്ചുവിട്ടോളൂ. മീനു വള്ളം തിരിച്ചു. പതുക്കെ പോയാൽ മതിയിട്ടോ. മീനു അയാളെ നോക്കി. കള്ളത്തരം മനസ്സിലായി എന്ന് പറയുന്ന നോട്ടം. വിഷ്ണു ചൂളിപ്പോയി. മീനു എന്തിനാ അന്ന് കരഞ്ഞത്? എന്ന്? ആദ്യം കണ്ട അന്ന്. എൻ്റെ വിളക്ക് പൊട്ടിച്ചിട്ട്. എന്നിട്ട് അണ്ണനോട് ഇടിക്കാൻ പറഞ്ഞുല്ലേ? അവൾ വിഷാദത്തോടെ ചിരിച്ചു. ഞാൻ വിചാരിച്ചു മുട്ടാളനാണെന്ന്. മുട്ടാളനാണോ? അല്ല. മണ്ടൻ? അല്ല. മണ്ടൻ വിഷ്ണുന്ന എല്ലാവരും വിളിക്കുക. മീനുവിൻ്റെ മുഖത്ത് അനുകമ്പ വന്നു നിറഞ്ഞു. എനിക്കതിഷ്ട. വിഷ്ണു ചിരിയോടെ തുടർന്നു. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ മണ്ടനാവണതാ എനിക്കിഷ്ടം. മീനു ഒന്നും മനസ്സിലാവാതെ നോക്കിയിരുന്നു. മീനു ഒരു മണ്ടിയാവോ? അവൾ പെട്ടെന്ന് തല താഴ്ത്തിക്കളഞ്ഞു. അവൾ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം വിഷ്ണുവിന് മനസ്സിലായില്ല. അയാൾ വെറുതെ ചോദിക്കുകയായിരുന്നു. അണ്ണൻ എന്നെ തല്ലൂന്ന് പേടിയുണ്ടായിരുന്നോ? ഉവ്. എല്ലാരെയും തല്ലണ മുട്ടാളനാണല്ലേ? വേണ്ടാത്തത് പറയണ്ട. അണ്ണൻ പാവമാ. അവൾ ഓർമ്മിപ്പിച്ചു. അണ്ണൻ എന്നും ഓരോ കൂട്ടം മേടിച്ചോണ്ട് വരും തിന്നാൻ. അതൊക്കെ തിന്നിട്ട് എനിക്ക് തടി വെച്ചാൽ തടിച്ചെന്ന് വിളിക്കാലോ. അണ്ണനെ തടിയെന്ന് വിളിക്കണേന് പകരം മഹാസൂത്രക്കാരനാ. ഇനി അതൊന്നും തിന്നേ വേണ്ടാന്ന് വെച്ചോളൂ. പലഹാരം കണ്ടാൽ തിന്നാണ്ടിരിക്കാൻ തോന്നൂല. അവൾ കുറ്റസമ്മതം നടത്തി. അണ്ണൻ എന്നും കള്ളു കുടിക്കും. മൂക്കുറ്റം കുടിച്ചിട്ട് വരുന്ന ദിവസം എന്നോട് വലിയ സ്നേഹമാ. എനിക്ക് കാണല്ല. അന്നൊക്കെ ഞാൻ വഴക്കുണ്ടാക്കും. കുടിച്ചാലെന്താ? കുടിക്കോ? ആര്? വിഷ്ണുവിൻ്റെ നേർക്ക് അവൾ വിരൽ ചൂണ്ടി. പേരില്ലയോ? എങ്ങനെയാ വിളിക്കേണ്ടതെന്ന് അറിയാൻ മേല. വിഷ്ണു അണ്ണാന്ന് വിളിച്ചോളൂ. അണ്ണൻ്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ട്. അയാളാ അണ്ണനെ കുടി പഠിപ്പിച്ചത്. കുട്ടപ്പണ്ണൻ എന്ന പേര്. ഒരു ദിവസം കള്ളും മേടിച്ചോണ്ട് രണ്ടാളും കൂടെ വീട്ടിൽ വന്നു. എന്നിട്ട് കുടിയും ചിരിയും. അയാളെ കണ്ണെടുത്ത കണ്ടുകൂടാ എനിക്ക്. ആൾക്കാരെ മെഴുങ്ങണം പോലുള്ള നോട്ടം. അന്ന് എന്നോടും ഒരു ഗ്ലാസ് കുടിച്ചോളാൻ പറഞ്ഞു. അണ്ണനും പറഞ്ഞു. ഞാൻ കുടിച്ചില്ല.
മീനു നിർത്തി. ഒന്നും നെടുവീർപ്പിട്ടു. ഇനിയും പറയാനുള്ളതൊക്കെ ആലോചിച്ച് മനസ്സിലടക്കി ഒരു നിമിഷം സംശയിച്ചിരുന്നു. ഒരുപാട് രാത്രിയായിട്ടും അയാൾ പോണില്ല. വെടിയും പറഞ്ഞ് ഇരിക്കുക രണ്ടും കൂടെ. എനിക്ക് അരിശം വന്നിട്ടാണേൽ വയ്യ. ഉറക്കവും വരുന്നുണ്ട്. ഞാനൊരു സൂത്രം ചെയ്തു. മീനു ഓർത്തിരുന്നു. ആ ഓർമ്മയിൽ സ്വയം അഭിനന്ദിച്ച് ചിരിച്ചു. ഞാനേ ഒരു പത്തൽമുളകെടുത്ത് അടുപ്പിലിട്ടു. കുട്ടപ്പണ്ണനും അണ്ണനും ഞാനുമെല്ലാം ചുമയോട് ചുമ. അണ്ണൻ എന്നെ ചീത്ത പറയാനും തുടങ്ങി. രണ്ടുപേരും കൂടെ ചുമച്ച് കുരച്ച് ഇറങ്ങിപ്പോയി. പിന്നെ അണ്ണൻ മാത്രം കയറി വന്നു. എന്നോട് വഴക്കിട്ട് കയറിക്കിടന്നു. പെണ്ണൊരു മിടുക്കിയാണല്ലോ, വിഷ്ണു ചിരിയോടെ പറഞ്ഞു. വള്ളം ഇക്കരെയെത്തി. വിഷ്ണുവിന് വള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. മീനുവിൻ്റെ സംസാരം കേട്ടിരിക്കാൻ രസമുണ്ട്. അയാൾ വള്ളത്തിലിരുന്ന് തന്നെ കൈകൊണ്ട് മുകളിലേക്ക് വെള്ളം എത്തിച്ച് തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു ദിവസം പുഴയിലൂടെ തന്നെ അങ്ങ് കടൽ വരെ തുഴഞ്ഞു പോകണം, മീനുവിൻ്റെ തോണിയിൽ. മീനു മറുപടി പറഞ്ഞില്ല. അത് അവൾക്കത്ര സ്വീകാര്യമായി തോന്നിയിരുന്നില്ല. രണ്ടുപേരും വള്ളത്തിൽ നിന്നിറങ്ങി. ഇലവിൻ ചൂട്ടിൽ രണ്ടുപേരും നിന്നു. മീനുവിനെ ഞാനൊരു മിടുക്കൻ ചെക്കനെ കണ്ടുവച്ചിരിക്കുകയാണ്. ചെല്ലപ്പൻ പറഞ്ഞിട്ട് കുടിക്കില്ല, ചീട്ട് കളിക്കില്ല, പുക വലിക്കില്ല. മീനുവിന് ശുണ്ടി വന്നു. ആരും എന്നെ കെട്ടാൻ വരണ്ട. അണ്ണന് വട്ട. കാണുന്നവരോടെല്ലാം പറയും അണ്ണനൊരു പെണ്ണിനെ നോക്കിക്കൊള്ളാൻ. അതും ഞാൻ നോക്കണുണ്ട്. എനിക്ക് വേറെന്നാ പണി? വിഷ്ണു പൊള്ളച്ചിരി ചിരിച്ചു. മീനു പുരയിലേക്ക് കയറിയപ്പോൾ അയാൾ പിന്തിരിഞ്ഞു. അമ്പോ, ഞാൻ പോവാണട്ടോ. പുഴുക്കും മീൻകറിയും തിന്നില്ലേ? അത് ഇനിയൊരു ദിവസം ആയിക്കോട്ടെ, ഇപ്പം പോണ്. വിഷ്ണു അല്പം തിടുക്കത്തിൽ നടന്നു നീങ്ങി. മീനു വാതിൽപ്പടിയിൽ നിന്ന് കൈവിട്ട് വെളിയിലിറങ്ങി നോക്കി നിന്നു. അയാൾ മറയുന്നതുവരെ. എന്തിനാണ് അങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് അവൾ സ്വയം ചോദിച്ചു. ഉത്തരം കിട്ടിയില്ല. പക്ഷേ അങ്ങനെ നോക്കി നിൽക്കാൻ തനിക്ക് അവകാശമുണ്ടെന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവൾക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ സ്കൂളിൽ പോയിരുന്നില്ല. അവൾക്കൊരിക്കലും കൂട്ടുകാരികളും ഉണ്ടായിരുന്നിട്ടില്ല. അമ്മയിൽ നിന്നും അണ്ണനിൽ നിന്നുമല്ലാതെ സ്നേഹത്തിൻ്റെ സന്ദേശം അവൾക്ക് ലഭിച്ചിരുന്നില്ല. അതിനൊരു പരിധിയുണ്ടായിരുന്നു. അവളുടേത് തീരെ ചെറിയ ലോകമായിരുന്നു. അവളുടെ അണ്ണനും ആടും വള്ളവും അടങ്ങുന്ന ലോകം. ആ ലോകത്തിലേക്ക് കന്മഷവും കാപട്യവും കടന്നു വന്നിരുന്നില്ല. ചിന്തകളിലും മനസ്സിലും എത്തപ്പെട്ടില്ല. പുഴയിലെ ഓളങ്ങളോടും നൂപുരമാലകളോടും ചിരിച്ചും കളി പറഞ്ഞും കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ട് കൂടുണ്ടാക്കിയും അതഴിച്ചു പണിതും ജീവിതത്തിൻ്റെ പാന്താവിലൂടെ ഒറ്റടി വെച്ച് നീങ്ങുകയായിരുന്നു അവൾ. അധ്യായം 11. മനക്കിലേക്ക് ചെല്ലണമെന്ന് വിഷ്ണു പറഞ്ഞിട്ട് പോയിരിക്കുന്നു. അമ്മയ്ക്ക് കാണണമത്രേ. സുഖമില്ലാതെ കിടക്കുകയാണ് പോലും. ഒഴിവുദിനമായതുകൊണ്ട് ജോലിക്ക് പോയില്ല. ശനിയാഴ്ചകളിൽ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ് പതിവ്. മനക്കിലേക്ക് പോകണോ? അമ്മയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ വിജയൻ ധർമ്മസങ്കടത്തിലായി. മനക്കൽ കാൽ കുത്തുകയില്ലെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അതിനുശേഷം വയനാടൻ മലകളിലെ കാട്ടുകുറിഞ്ഞി ഒരിക്കൽ കൂടി പൂത്തിട്ടുണ്ടാവും. അമ്മയെ കാണാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. കയറി ചെന്നാൽ കയറരുത് എന്നാരും അലറുകയില്ല. ആരും പിടിച്ചു നിർത്തുകയുമില്ല. പക്ഷേ എന്തിന് അമ്മാവൻ്റെ ദുർമുഖം കാണുന്നു? അമ്മാവൻ കയറരുതെന്ന് പറഞ്ഞാലും കയറി ചെല്ലാനുള്ള ചങ്കൂറ്റമുണ്ട്. വർഷങ്ങളിലെ അനുഭവങ്ങൾ നൽകിയ ചങ്കൂറ്റം. അമ്മയെക്കുറിച്ച് പവിത്രവും സ്നേഹനിർഭരവുമായ ഓർമ്മകളേ ഉള്ളൂ. അമ്മയാണ് വളർത്തിയത്. സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതുപോലെ. പെറ്റമ്മ ഇല്ലായിരുന്നു മുലയൂട്ടാനും ലാളിക്കാനും. അമ്മാവൻ്റെ ക്രൂരമായ കരങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത് കാത്തു പരിപാലിച്ചതും വടക്കനിയിലെ ഏകാന്തതയിൽ വച്ച് സ്നേഹവാത്സല്യങ്ങൾ നൽകിയതും അമ്മയാണ്. ആ മാർച്ചൂടേറ്റ് ആ ലാളനകൾ നുകർന്ന് ഉറങ്ങി. ആ നെഞ്ചിലും മടിയിലും ചവിട്ടിക്കുതിച്ച് ആ കൈകൊണ്ട് തന്നെ അന്നമുണ്ട് വളർന്നു. ഒന്ന് താരാട്ടാൻ അമ്മ പേടിച്ചിരിക്കും. ഉറക്കെ കൊഞ്ചിക്കാനും ചിരിക്കാനും ശങ്കിച്ചിരിക്കും. താൻ ഒരിക്കലും നടുങ്ങരുതെന്ന്, അർഹതയുടെയും അവകാശങ്ങളുടെയും പരിമിതി അറിഞ്ഞ് ജീവിക്കണമെന്ന് അമ്മ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാവും ഓർമ്മ വച്ചപ്പോൾ തന്നെ കാതിൽ മന്ത്രിച്ചത്, ഞാൻ നിന്റെ പെറ്റമ്മയല്ല, പോറ്റമ്മ മാത്രമാണ്. ജനനരഹസ്യങ്ങളുടെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാനുള്ള ത്രാണി ആ ഇളം പ്രായത്തിനില്ലായിരുന്നുവെങ്കിലും അന്യതാബോധം അന്നേ നാമ്പിട്ട് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ശാന്തനായി ജീവിച്ചു. പൂമുഖത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. സ്വയം ഒതുങ്ങിക്കൂടി. ഒന്നിനെക്കുറിച്ചും അവകാശബോധമോ അർഹതയോ തോന്നിയിരുന്നില്ല. നിസ്സംഗതയോടെ എല്ലാം നോക്കിക്കണ്ടു. അമ്മയുടെ നിർബന്ധപ്രകാരമാണ് 7ാം ക്ലാസ് വരെ സ്കൂളിൽ വിട്ടത്. പഠിക്കാൻ കഴിവുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. ശ്രീദേവിയോടൊപ്പം ഒന്നിച്ച് കളിച്ചു ചിരിച്ച് കുസൃതികൾ കാട്ടി ഓടിച്ചാടി നടന്ന കാലം. ശ്രീദേവിക്ക് ഒരു കാവൽക്കാരൻ എന്ന നിലയിലാണ് അമ്മാവൻ തന്നെ കണ്ടത്. സ്കൂളിൽ വിടാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല.
പാടവും വരമ്പും കൈത്തോടും പുഴയുമൊക്കെ കടന്നു പോകണമായിരുന്നു സ്കൂളിൽ. ആദ്യം സമ്മതമില്ലായിരുന്നു. അമ്മ നിർബന്ധിച്ചിട്ടായിരുന്നു. വിഷ്ണുവിന് തനിയെ സ്കൂളിൽ പോകാനുള്ള പ്രാപ്തി കൈവന്നപ്പോൾ അമ്മാവൻ കൽപ്പിച്ചു, വിജയൻ ഇനിയും പോകണ്ട. ഞെട്ടിപ്പോയി. ഒരാഴ്ച പത്തായപ്പുരയിലിരുന്ന് കരഞ്ഞു. കൂടെ കരയാനും ആശ്വസിപ്പിക്കാനും അമ്മയും ശ്രീദേവിയും. അമ്മ അമ്മാവനോട് എത്രയോ പറഞ്ഞു നോക്കി. അവന് വേറെ പണിയുണ്ട്, പാടത്തും പറമ്പിലും പോകട്ടെ. ദുഃഖം നിലച്ചു. അന്യതാബോധം വിലക്കി. വിജയ, നീ അനാഥനാണ്, അന്യനാണ്. നിനക്ക് ഒന്നിനെ സംബന്ധിച്ചും അവകാശമില്ല, അർഹതയില്ല. നീ ആശകളെ മൂടിവെക്ക്, എന്നിട്ട് ആജ്ഞകളെ അനുസരിക്ക്. ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ശ്രീദേവിയുടെ കാവൽക്കാരനാവുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും താൻ അതായിരുന്നു. ശ്രീദേവിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണം. അവൾ കൊച്ചുകുട്ടിയല്ലേ. അവൾക്ക് കുളിക്കണമെങ്കിൽ കുളിപ്പിക്കണം. അവൾക്ക് ആന കയറണമെങ്കിൽ മുതുക് കാട്ടിക്കൊടുക്കണം. അവൾക്ക് പൂ വേണമെന്നാൽ പറിച്ചു കൊടുക്കണം. കളിപ്പാവയുമായി, അവൾക്ക് വേണ്ടി കാളയും കഴുതയുമായി. സന്തോഷത്തോടെ. എന്തെന്നാൽ കളിപ്പാവയായിട്ടല്ല അവൾ ഗണിച്ചിരുന്നത്, കളിത്തോഴനായിട്ട്. കെട്ടിപ്പിടിച്ചുറങ്ങാനും ഒക്കത്തും തോളിനുമേന്തി തൊടിയിൽ ചുറ്റി നടക്കാനും അച്ഛനും അമ്മയും കളിക്കാനും ചിരിക്കാനും കരയാനും താനല്ലേ അവൾക്കുണ്ടായിരുന്നുള്ളൂ അന്നാളുകളിൽ. വിദ്യാഭ്യാസം തീർന്നപ്പോൾ അതിർവരമ്പുകൾ വീണു. വടക്കിനിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. പ്രഭാതത്തിൽ അച്യുതൻ നായരോടൊപ്പം ഇറങ്ങും. സന്ധ്യയാവും മടങ്ങാൻ. പാടത്തും പറമ്പിലും ഒരു കന്നായി മാറി. അന്നും ആശ്വസിപ്പിക്കാൻ അമ്മയുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആത്മനിന്ദ അനുഭവപ്പെട്ടു. അമ്മയുടെ സാന്ത്വനങ്ങൾ സ്വീകരിക്കാനുള്ള അർഹതയില്ലെന്ന് കരുതി. ഒടുവിലൊടുവിൽ അത് കേൾക്കാൻ കഴിയാഞ്ഞ് അമ്മ വരുമ്പോഴൊക്കെ രാത്രിയിൽ കണ്ണടച്ചു കിടക്കും. അമ്മ വന്ന് മൂടിപ്പുതുപ്പിക്കും, നെറ്റിയിൽ ചുംബിക്കും. അപ്പോൾ കണ്ണു നിറഞ്ഞു പോകും. ബാല്യത്തിനും കൗമാരത്തിനും ഇടയ്ക്ക് കാലഘട്ടത്തിൽ ശ്രീദേവിയുമായി വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. കൗമാരം വന്നു. സ്വപ്നങ്ങൾ താഴ്വരകൾ തേടി പറന്നു. അമ്മയോടൊപ്പം ശ്രീദേവിയും മുറിയിൽ വരും. ചിലപ്പോൾ ശ്രീദേവി തനിച്ചും. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. പാടത്തെ കന്നിന് മനക്കിലെ ആത്തോലിനെ മോഹിക്കാൻ അവകാശമുണ്ടോ? ഉണ്ടെന്ന് ശ്രീദേവി മന്ത്രിച്ചു. യുവത്വത്തിലേക്ക് കാലൂന്നിയപ്പോൾ മനസ്സിൽ തീക്കനലുകൾ ജ്വലിച്ചു തുടങ്ങി. മനക്കിൽ നിന്ന് പാവങ്ങൾക്കു വേണ്ടി ധാരാളമായി വിളമ്പുന്ന അക്രമവും അനീതിയും കണ്ട് ഹൃദയം ചുട്ടുപഴുത്തു. എത്രയെത്ര ജീവിതങ്ങളെ പുകച്ചുകൊന്ന നിലവറയാണ് കളപ്പുരയ്ക്കടിയിലേത്. കേളുവിനെ കൊന്നത് ഓർക്കുന്നുണ്ട്. നിലവറയുടെ പഴുതുകളിലൂടെ വെളുപ്പാൻ കാലം വരെ കുമ്മുകുമ്മെ പുക ആകാശത്തേക്ക് ഉയർന്നിരുന്നു. അക്രമം സഹിയാഞ്ഞിട്ടല്ലേ അയാൾ ചീത്ത വിളിച്ചത്? അവൻ്റെ പെണ്ണ് അച്യുതൻ നായർക്ക് വഴങ്ങാഞ്ഞതിന് പണിയില്ലാതാക്കി. ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചു. കയർ കൊണ്ട് വരിഞ്ഞുകെട്ടി. അമ്മാവൻ്റെ ഏതാജ്ഞയും ശിരസാ വഹിക്കാൻ തയ്യാറായി 10-12 ഗുണ്ടകൾ മനയെ ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്നു. അസത്യങ്ങളോടും അനീതിയോടും പോരാടാനുള്ള ദാഹം വളർന്നത് അന്യത ബോധത്തിൽ നിന്നാവാം. ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ പൊട്ടിത്തെറിക്കാൻ ദാഹിച്ചു. മനക്കിൽ വെച്ച് അതിന് കഴിഞ്ഞില്ല. അമ്മാവൻ്റെ മുൻപിൽ നട്ടെല്ല് നിവരുമായിരുന്നില്ല. അമ്മാവനെന്ന് വിളിക്കാൻ കൂടി ഭയമായിരുന്നു. താൻ ആരുമല്ലെന്നും ഒന്നുമല്ലെന്നും ബോധമുണ്ടായിരുന്നു. ശ്രീദേവിയുടെ സ്നേഹം കൊണ്ട് മനസ്സിൽ ധനവാനായി. അമ്മയുടെ സ്നേഹം കൊണ്ട് ഹൃദയത്തിലും. ശ്രീദേവിക്ക് തന്നോടുണ്ടായിരുന്ന വിധേയത്വവും സ്നേഹവും അവളെക്കുറിച്ചുള്ള അവകാശബോധവും അർഹതയെക്കുറിച്ചുള്ള ചിന്തയുടെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. അന്തിയോളം പറമ്പിലും പാടത്തും കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പോൾ ഹൃദയത്തിൻ്റെ ക്ഷതങ്ങളിൽ സാന്ത്വനങ്ങൾ കൊണ്ട് അമൃത് പുരട്ടിത്തന്നത് ആ കൈകളായിരുന്നു. അമ്മാവൻ കാണാതെ പത്തായപ്പുരയിൽ തങ്ങൾ രണ്ടാളും കൂടി സ്നേഹത്തിൻ്റെയും നിർവൃതിയുടെയും എന്തെന്ത് കാവ്യങ്ങൾ വിരചിച്ചു. ശ്രീദേവി അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ തനിക്കായി മാറ്റിവെക്കുന്ന പ്രസാദം. എത്രയോ കഴിഞ്ഞിട്ടാണ് അതൊന്ന് നെറ്റിയിൽ ചാർത്താൻ സമയം കിട്ടുക. പകരം ആ നെറ്റിയിൽ ഒരു ചുംബനം. ആ സ്നേഹം ഫലവത്താകുമെന്ന് തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ശ്രീദേവിയെയും കൂട്ടി എവിടേക്കെങ്കിലും ഓടിപ്പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. ശ്രീദേവി പ്രതീക്ഷയില്ലാതെ സ്നേഹിച്ചു. അമ്മാവൻ അനുവദിക്കുകയില്ലെന്ന് ഉറപ്പായിരുന്നു. അവൾ പിന്നെ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? എന്നെന്നും സ്നേഹിച്ചു കഴിയാമെന്നോ? മനക്കിൽ നിന്ന് തനിക്കൊരിക്കലും ഇറങ്ങിപ്പോരേണ്ടി വരില്ലെന്നോ? ഇറങ്ങിപ്പോന്നപ്പോൾ മുതൽ വിളിക്കുന്നതാണ്. അവൾ ഒരിക്കലും വരികയില്ല. അങ്ങനെ ഇറങ്ങി വരാനുള്ള തൻ്റെ ഇടം ഇല്ലത്രേ. ശ്രീദേവിയുമായി അവസാനം സംസാരിച്ചത് ഓർക്കുന്നു. അന്ന് അവൾ പറഞ്ഞു, നമ്മുടെ രണ്ടാളുടെയും ജീവിതം ആർക്കുമില്ലാതെ നശിക്കുകയാണ്. നീ നശിപ്പിക്കുകയാണെന്ന് പറയുക. വിജയേട്ടനെങ്കിലും ഒരു വിവാഹം കഴിച്ചുകൂടെ? ശ്രീദേവി നാടക നടിയെപ്പോലെ സംസാരിക്കരുത്. ഞാൻ നടിക്കുകയാണോ? എന്നോട് വേണോ ശ്രീദേവി ഇതൊക്കെ? നീ ജനിക്കുന്നതിന് മുൻപ് പാലത്തുരുത്തിൽ ഉണ്ടായിരുന്നവനല്ലേ ഞാൻ?
അനേകം വർഷങ്ങളായിട്ട് നിന്റെ മനസ്സിൻ്റെ ഓരോ കോണിലും കയറി ഇറങ്ങി നടന്ന് കണ്ടവനല്ലേ ഞാൻ. നിനക്ക് എന്നെയും അറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ മുൻപിലെങ്കിലും നീ അഭിനയിക്കരുത്. വിജയേട്ടൻ്റെ ജീവിതവും പാഴാകുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ഞാനോ നശിച്ചു കൊള്ളാം ഇങ്ങനെ. ആർക്കു വേണ്ടിയിട്ട്? മറുപടിയില്ല അതിന്. പണ്ടൊക്കെ എന്നെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. കാത്തു നിൽക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ കാണാനെങ്കിലും അനുവദിച്ചുകൂടെ? എന്നും അമ്പലത്തിലേക്ക് വരുമ്പോൾ കണ്ണു തേടും മനസ്സും. ഇത്രകാലം കാത്തും കണ്ടും കഴിഞ്ഞില്ലേ, ഇനി ഞാനത് നിർത്തുന്നു. ഈ ഒളിച്ചുകളി വേണ്ട. നമുക്ക് നമ്മുടെ ജീവിതം സ്വയം നശിപ്പിക്കാം, അല്ലെങ്കിൽ അന്യോന്യം നശിപ്പിക്കാം. അതൊരു നേട്ടമാണല്ലോ ശ്രീദേവിയുടെ കാഴ്ചപ്പാടിലെങ്കിലും. വിജയേട്ടനെല്ലാം അറിഞ്ഞുകൊണ്ട് നിനക്കിറങ്ങി വന്നുകൂടെ ശ്രീദേവി? എനിക്ക് വയ്യ, കരുത്തില്ല. കരുത്തില്ലത്രേ. അവൾ വരില്ലെന്ന് തീർച്ച. പട്ടാളത്തിൽ ആളെടുപ്പ് വന്നപ്പോൾ പോയാലോ എന്ന് വിചാരിച്ചതായിരുന്നു. അതിർത്തിയിൽ യുദ്ധം നടക്കുന്നു. തോമസ് ചേട്ടൻ്റെ മൂത്ത മകൻ ആന്റണി പോയി. പോകാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷ ബാക്കി കിടന്നിരുന്നു. ശ്രീദേവി ഏതെങ്കിലും ഒരു ദിനം ഇറങ്ങി വരാൻ തയ്യാറാവുമ്പോൾ അവളെ സ്വീകരിക്കാൻ തൻ്റെ കരങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? പിന്നെയും പിന്നെയും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇപ്പോഴും പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. ആ പ്രതീക്ഷയൊന്നു മാത്രമാണ് ഇനിയും തന്നെ പാലത്തുരത്തിൽ പിടിച്ചു നിർത്തുന്നത്. ഇനി താൻ മനക്കിലേക്ക് ചെല്ലണമത്രേ, അമ്മയെ കാണാൻ, അമ്മാവൻ്റെ ദുർമുഖം കാണാൻ. പോയാൽ അവളെ കാണേണ്ടി വരും. ഓർമ്മകളെ അയവിറക്കേണ്ടി വരും. കുറേ കണ്ണീരും ദുഃഖവുമായി മണ്ടനെപ്പോലെ തിരിച്ചു പോരേണ്ടി വരും. അതിനായി മാത്രം പോകണോ? അടുത്ത ഭാഗം നാളെ.